നമസ്കാരം. സോഫിയ വളരെ വ്യക്തമായിട്ട് അങ്ങനെ പറഞ്ഞപ്പോ ഡസ്റ്റിൻ ശരിക്കും അമ്പരപ്പോടെ സോഫിയ ഒന്ന് നോക്കുകയാണ്. ശരിക്കും രസകരമായ ഒരു കമന്റാണ് സോഫിയ പറഞ്ഞിരിക്കുന്നത്. സോഫിയക്ക് ഡസ്റ്റിൻ ഹാൻഡ് ഓവർ ചെയ്ത ആ ജെയ്ഡ് ഡ്യൂ ഓയിൻമെന്റിന്റെ ആ കുറിപ്പ് ഇതാ ഞാൻ തിരിച്ചു തരുന്നു, പകരം ഞാൻ നിങ്ങൾക്ക് നൽകിയ ആ ജിൻസിങ് മടക്കി തരണം. നല്ല രസകരമായ ഒരു കാര്യം ഡസ്റ്റിൻ സോഫിയോട് പറഞ്ഞു. ആൻഡ് ഈ പറയുന്നത് അത്ര ശരിയായ പരിപാടിയല്ല. നിങ്ങളുടെ ഈ ടോർബി കുടുംബത്തിന് ഒരു നിലയും വിലയൊക്കെ ഉണ്ടെന്നാണ് ഞാൻ യഥാർത്ഥത്തിൽ കരുതിയിരുന്നത്. ഇവിടെയുള്ള ആൾക്കാർക്ക് സമൂഹത്തിലെ നിയമങ്ങളോട് ഒരു ബഹുമാനമൊക്കെ ഉണ്ടെന്നും ആ ബഹുമാനം ഉള്ളതുകൊണ്ട് തന്നെ നിയമത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുമെന്നൊക്കെയാണ് ഞാൻ കരുതിയത്. ഇതിപ്പോ നിങ്ങളുടെ ടോർബി കുടുംബം തികച്ചും നാണം കെട്ട ആളുകളുടെ ഒരു കൂട്ടമായി മാറിയല്ലോ. വളരെ വ്യക്തമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഡസ്റ്റിൻ ഡൈസ് ആ നിമിഷത്തിൽ പറഞ്ഞത്. ടോർബി കുടുംബം സ്റ്റോണിയിലുള്ള ആ 8 കുടുംബങ്ങളിൽ രണ്ടാമത്തെ 4 കുടുംബങ്ങളിൽ ഏറ്റവും ടോപ്പാണ്. സ്റ്റാറ്റ്ഫോർഡിനെക്കാളും മുന്നിൽ നിൽക്കുന്ന ടോർബി കുടുംബത്തെ കുറിച്ച് ഡസ്റ്റിൻ ഡൈസ് അങ്ങനെ പറഞ്ഞപ്പോ സോഫിക്ക് ശരിക്കും ദേഷ്യം വന്നു. സോഫി അവളുടെ പുറകിലെത്തിയ ബോഡി ഗാർഡുകളോട് പറഞ്ഞു, ഇവനെ ഇവിടുന്ന് പുറത്തു വിടരുത്. സോഫിയുടെ ഉത്തരവ് കേട്ടതും ഒരു ഡസൻ ബോഡി ഗാർഡുകൾ ആ വാതിൽ മറഞ്ഞ് ഡസ്റ്റിന്റെ വഴി അങ്ങ് തടയുകയാണ്. അത് കണ്ടതും ഡസ്റ്റിൻ പറഞ്ഞു, നോക്ക്, എന്നെ കൊണ്ട് ഫോഴ്സ് ചെയ്യിപ്പിക്കരുത്, അത് നിങ്ങൾക്ക് നല്ലതല്ല. ഞാൻ വീണ്ടും പറയുന്നു, ടോർബി കുടുംബത്തിന്റെ ഇമേജ് നിങ്ങൾക്ക് പ്രധാനമാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന രീതി തുടരുന്നത് നല്ലതല്ല. നിങ്ങളുടെ മകൾ ഇസബെല്ലെ ശരിക്കും ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നത് ഞാനാണ്. ഞാനന്ന് ഇസബെല്ലെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഇസബെല്ല ഇന്ന് ജീവനോട് ഉണ്ടാകുമായിരുന്നില്ല. നിങ്ങളുടെ കുടുംബത്തിന് ഞാൻ എൻ്റെ കുടുംബത്തിന്റെ പാരമ്പര്യ സ്വത്തായ ഒരു മരുന്നിന്റെ കുറുപ്പടിയും നൽകിയിരുന്നു. അതിനു പകരം നിങ്ങൾ എനിക്കൊരു ചെടി നൽകുകയും ചെയ്തു. പക്ഷെ അതിനുശേഷം മിസ്റ്റർ കെവിന്റെ അച്ഛനെ മരണത്തിൽ നിന്ന് രക്ഷിച്ചത് ഞാനാണ്, അതും പ്രത്യേകിച്ച് ഒരു പ്രതിഫലവും വാങ്ങാതെ. എന്നിട്ടും നിങ്ങൾ ഈ ശൈലിയിൽ പെരുമാറുമ്പോൾ സത്യത്തിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട്. ഇത്രയും നാണം കെട്ട വിവരമില്ലാത്ത സമൂഹ ദ്രോഹികളായ ആളുകൾ ഈ കുടുംബത്തിന്റെ ഭാഗമായി ഉണ്ടെന്നറിയുമ്പോൾ പുറത്തുള്ള ആളുകൾ എന്താ കരുതുക? നിങ്ങളുടെ ഇമേജ് അവിടെ തീരത്തില്ലേ? ഡസ്റ്റിൻ ഡൈസ് പറയുന്ന ഓരോ കാര്യങ്ങളും സോഫിയെ ശരിക്കും ദേഷ്യം പിടിപ്പിക്കുന്നതാണ്. പക്ഷെ ആ നിമിഷത്തിൽ കെവിൻ സോഫിയുടെ മുന്നിലേക്ക് കയറി ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, അങ്ങനെയൊന്നും പറയാതെ. സോഫിയ അച്ഛന് അസുഖം കൂടുതലായപ്പോ ആ ജിൻസ് കിട്ടാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞതല്ലേ. അച്ഛന് അസുഖം ഭേദമാക്കാൻ സോഫിയക്ക് ശരിക്കും താല്പര്യമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഡസ്റ്റിൻ, പ്ലീസ് അതൊന്ന് മനസ്സിൽ വെക്കാതെ ഡസ്റ്റിൻ പൊക്കോളൂ എന്ന് കെവിൻ പറഞ്ഞതും ഡസ്റ്റിൻ സോഫിയെ മറികടന്ന് വാതിൽക്കിലേക്ക് നീങ്ങിയതും ആ ബോഡി ഗാർഡുകൾ 2 ഭാഗത്തേക്കായി അങ്ങ് മാറി. ഡസ്റ്റിൻ വാതിലിലൂടെ കടന്നു പോകുന്നത് ശരിക്കും ദേഷ്യം പിടിച്ച മുഖഭാവത്തോടുകൂടി സോഫിയ അങ്ങനെ കണ്ടു നിൽക്കുകയാണ്. ഡസ്റ്റിൻ അവരുടെ കണ്ണിൽ നിന്ന് മറിഞ്ഞതും ബോഡി ഗാർഡുകളും അവിടെ നിന്ന് പിന്മാറി. എല്ലാവരും പോയി കഴിഞ്ഞതും സോഫിയ കെവിനോട് ചോദിച്ചു, കെവിൻ, എന്തിനാ ഡസ്റ്റിനെ വിട്ടത്? സോഫിയ, നമ്മള് ചില കാര്യങ്ങൾ രഹസ്യമായി ചെയ്യാവൂ. ഡസ്റ്റിൻ ഇവിടെ അച്ഛനെ ചികിത്സിക്കാമെന്ന കാര്യം ഡോക്ടർ എലിജോയ്ക്കും മറ്റ് ഡോക്ടേഴ്സിനൊക്കെ അറിയാം. ഒരുപാട് ആളുകൾ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഡസ്റ്റിൻ ഇവിടെ വന്നതും അച്ഛനെ ചികിത്സിച്ചതും. ഡസ്റ്റിന് ഇവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ അത് നമ്മുടെ കുടുംബത്തിന്റെ സൽപ്പേരിനെ ദോഷമായി ബാധിക്കും. അങ്ങനെ കെവിൻ പറഞ്ഞതും സോഫിയ ചോദിച്ചു, കെവിൻ പറയുന്നത് ഡസ്റ്റിനെ വെറുതെ വിടണമെന്നാണോ? സോഫിയ, അതെന്ത് ചോദ്യമാണ്? അങ്ങനെ നമുക്ക് വെറുതെ വിടാൻ പറ്റൂ? നമ്മുടെ കുടുംബത്തിന് വരുമാനം ഉണ്ടാക്കി തരാൻ പോകുന്ന ആ രഹസ്യ ഓയിൻമെന്റിന്റെ കൂട്ട് അറിയാവുന്ന ഒരു കക്ഷി പുറത്തുണ്ടാകുന്നത് ശരിക്കും അപകടമാണ്. അതുകൊണ്ട് ഡസ്റ്റിനെ വെറുതെ വിടാനൊന്നും പറ്റില്ല. പക്ഷെ ഞാൻ പറഞ്ഞത്, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഡസ്റ്റിനെ ഒന്ന് ചെയ്യേണ്ടെന്നാണ്. ഡസ്റ്റിനെ കൈകാര്യം ചെയ്യാനുള്ള ചുമതല നമുക്ക് ഇസബെല്ലയ്ക്കും ഓവനും കൊടുക്കാം. ടോർബി കുടുംബവും സ്റ്റാറ്റ്ഫോർഡ് കുടുംബവും കൂടി ചേർത്തിട്ടാണ് ആ മരുന്ന് ഉൽപാദനം തുടങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഓവൻ സ്റ്റാറ്റ്ഫോർഡ് അവരുടെ സ്ട്രാറ്റജിക്ക് അനുസരിച്ച് കൂടെ നിൽക്കുമെന്ന് കെവിനും അതുപോലെ സോഫിയയ്ക്കും അറിയാം. കെവിൻ അക്കാര്യം സോഫിയോട് പറഞ്ഞപ്പോൾ സോഫിയയ്ക്കും കാര്യം ബോധ്യമായി. ടോർബി കുടുംബത്തിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയ ഡസ്റ്റിന്റെ മനസ്സ് വല്ലാതെ കലുഷിതമാണ്. ഇസബെല്ലയുടെ പെരുമാറ്റവും അവളുടെ അമ്മയുടെ പെരുമാറ്റവും അയാൾ ശരിക്കും ഒന്ന് അമ്പരപ്പിച്ചിട്ടുണ്ട്. ഡസ്റ്റിൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ശൈലിയിലുള്ള പെരുമാറ്റമാണ് ഇസബെല്ലയുടെയും സോഫിയുടെയും ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. വിശ്വസിക്കാൻ കൊള്ളാത്ത കൂട്ടങ്ങൾ. അങ്ങനെയാണ് അവരെ കുറിച്ച് ഇപ്പോൾ ഡസ്റ്റിന്റെ മനസ്സിലുള്ള ഒരു ചിത്രം എന്ന് പറയുന്നത്. പിറ്റേന്ന് നേരം വെളുത്തു ഏകദേശം ഒരു 7:30 മണിയാകും. എലിജോയുടെ നമ്പർ ഫോണിൽ തെളിയുന്ന കണ്ട ഡസ്റ്റിൻ ഫോൺ എടുത്തപ്പോ എലിജോ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, ആകെ പ്രശ്നമാണ്. ഡോക്ടർ, എന്താ പ്രശ്നം? ഡസ്റ്റിൻ, നമ്മുടെ ക്ലിനിക്ക് കത്തുകയാണ്. ഹീൽവെൽ ക്ലിനിക്ക് കത്തുകയാണെന്നോ? അതെ ഡസ്റ്റിൻ, ഹീൽവെൽ ക്ലിനിക് പൂർണ്ണമായി കത്തുകയാണ്. ഡോക്ടർ എലിജോ, ലോറൻസ് അകത്തുണ്ട്, ആർക്കും അകത്ത് കയറാൻ പറ്റുന്നില്ല. ഹീൽവെൽ ക്ലിനിക്കിലെ 3ാമത്തെ നിലയിലുള്ള ലോറൻസോ അവിടെ അനങ്ങാൻ പറ്റാതെ കിടക്കുന്ന ആ സമയത്ത്
ഹീൽവെൽ ക്ലിനിക്കിൽ തീ കത്തുന്നു എന്നുള്ള വാർത്ത കേട്ടതും ഡസ്റ്റിൻ അതിവേഗം പുറത്തേക്ക് ഓടി. ശരിക്കും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ചാടിയ ഡസ്റ്റിൻ കാറിലേക്ക് കയറിയതും കാറ് പുറത്തേക്ക് പാഞ്ഞത് അക്ഷരത്തിൽ പറക്കം പോലെയാണ്. സാധാരണഗതിയിൽ ഡസ്റ്റിന്റെ വിലയിൽ നിന്ന് ഹീൽവെൽ ക്ലിനിക്കിൽ എത്താൻ 25 മിനിറ്റെങ്കിലും സമയമെടുക്കും. ഡസ്റ്റിൻ ശരിക്കും ഹൈവേയിലൂടെ ഒരു മരണപ്പാച്ചിലാണ് നടത്തിയത്. സകല ട്രാഫിക് ലൈറ്റുകളും അവഗണിച്ചുകൊണ്ട് ഡസ്റ്റിൻ നിരത്തിലൂടെ ഒന്ന് പാഞ്ഞപ്പോ 10 മിനിറ്റ് കൊണ്ട് ഡസ്റ്റിൻ വില്ലയിൽ നിന്ന് ഹീൽവെൽ ക്ലിനിക്ക് നിൽക്കുന്ന സ്ഥലത്തെത്തി. ഹീൽവെൽ ക്ലിനിക്കിന് സമീപത്തേക്ക് ഡസ്റ്റിന്റെ വാഹനം പാഞ്ഞു വരുമ്പോൾ തന്നെ ഡസ്റ്റിൻ ആ കാഴ്ച കണ്ടു. ഒരു വൻ തീഗോളത്തിനകത്ത് ആ ഹീൽവെൽ ക്ലിനിക് പൂർണ്ണമായും പെട്ടിരിക്കുകയാണ്. ആ ബിൽഡിങ്ങിന് മുകളിൽ കറുത്ത മേഘം പോലെ പുക നിറഞ്ഞു നിൽക്കുകയാണ്. പുകയും തീയുമല്ലാതെ വേറെ ഒന്നും കാണാനില്ല. ഡസ്റ്റിൻ വാഹനം നിർത്തി മുന്നോട്ട് ഓടി വരുമ്പോൾ എലിജോ അവിടെ നിൽപ്പുണ്ട്. എലിജോ നിർനിമേഷനായി ആ ബിൽഡിങ്ങിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അയാളുടെ സ്വപ്നമാണ് അവിടെ കത്തി അമരുന്നത്. ഒരുപാട് ആളുകൾ അവിടെ ഓടിക്കൂടിയിട്ടുണ്ട്. ആ ആളുകൾ അവരെ കൊണ്ട് പറ്റാവുന്ന ശൈലിയിലൊക്കെ തീ അണയ്ക്കാൻ ശ്രമിക്കുകയാണ്. ബക്കറ്റുകളിൽ വെള്ളം കൊണ്ടുവന്ന് ആളുകൾ തീയിലേക്ക് ഒഴിക്കുന്നുണ്ട്. പക്ഷെ അത് ഒന്നും തീ അണയ്ക്കാൻ പര്യാപ്തമല്ല എന്ന് മാത്രം. ബിൽഡിംഗ് ഏതാണ്ട് പൂർണ്ണമായും തീക്കുള്ളിലാണ്. എല്ലാ സ്ഥലത്തുകൂടിയും തീ ആ ബിൽഡിങ്ങിനെ അങ്ങ് വിഴുങ്ങുകയാണ്. ആ കാഴ്ച കണ്ട് അമ്പരന്ന് പോയ ഡസ്റ്റിൻ എലിജോട് ചോദിച്ചു, എലിജോ എന്താ ഇത്? എലിജോ എന്താ സംഭവിച്ചേ? ഡസ്റ്റിൻ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് ഞാൻ നടക്കാൻ പോകുന്നതാണ്. ഞാൻ നടത്തം കഴിഞ്ഞ് ഏകദേശം 7:30 ഇവിടെ എത്തുക. ഞാൻ വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ബിൽഡിംഗ് നിന്ന് കത്തുന്നു. 8 മണിക്ക് മാത്രമേ സ്റ്റാഫുകളൊക്കെ വരൂ. സ്റ്റാഫുകൾ ആരും എത്തിയിട്ടില്ല. അപ്പോൾ റോസ്ലിൻ ഇന്നലെ ഇങ്ങോട്ട് വന്നില്ല. അവളുടെ കൂട്ടുകാരികൾക്കൊപ്പം എന്തൊരു ഫംഗ്ഷൻ പങ്കെടുക്കുകയായിരുന്നു. എലിജോ അത് പറഞ്ഞതും ഡസ്റ്റിൻ കൂടെ ചോദിക്കുകയാണ്, അപ്പോൾ ലോറൻസോ അങ്കിൾ? ഡസ്റ്റിൻ, അതാ ഞാൻ പറഞ്ഞത്, ലോറൻസോ ബിൽഡിങ്ങിൽ തന്നെ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോറൻസോ ആ ബിൽഡിങ്ങിൽ തന്നെ ഉണ്ടെന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഡോക്ടർ എലിജോ പറഞ്ഞതും ഡസ്റ്റിൻ പെട്ടെന്ന് മുന്നോട്ട് നടക്കുകയാണ്. ശരിക്കും തീ കത്തിക്കൊണ്ടിരിക്കുന്ന ആ ഹീൽവെൽ ക്ലിനിക്കിന് നേരെ ഡസ്റ്റിൻ നടക്കുന്ന കണ്ടതും എലിജോ ഉറക്കെ ഡസ്റ്റിനെ വിളിച്ചു, ഡസ്റ്റിൻ വേണ്ട അപകടമാണ്. പക്ഷെ അതൊന്നും കേൾക്കാതെ ഡസ്റ്റിൻ ഡയസ് ആ തീ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഹീൽവെൽ ക്ലിനിക്കിന്റെ ഗേറ്റിലൂടെ അകത്തേക്ക് ഓടിക്കേറി. ഒരു ചെറുപ്പക്കാരൻ തീ ആളി പടർന്നുകൊണ്ടിരിക്കുന്ന ഹീൽവെൽ ക്ലിനിക്കിനുള്ളിലേക്ക് കടക്കുന്നത് അവിടെ ആ ബിൽഡിങ്ങിൽ തീ അണയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പലരും കണ്ടു. അവരൊക്കെ ഉറക്കെ വിളിച്ചു, എന്തായി കാണിക്കുന്നത്? പുറത്തിറങ്ങ്, അകത്തോട്ട് പോകരുത്, അപകടമാണ്. ആളുകൾ ഉറക്കെ അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടും ഡസ്റ്റിൻ ഡയസ് അതൊന്നും ശ്രദ്ധിക്കാതെ അതിവേഗം ആ ബിൽഡിങ്ങിലെ സ്റ്റെപ്പിന് നേരെ ഓടുകയാണ്. ഡസ്റ്റിൻ ഡയസ് കോറിഡോറിലൂടെ പടിക്കെട്ടിന് നേരെ ഓടുന്ന കാഴ്ച ഒരുപാട് ആളുകൾ കണ്ടു. അത് കഴിഞ്ഞാൽ ആളുകൾക്ക് പടിക്കെട്ടിലുള്ള ആളെ കാണാൻ പറ്റത്തില്ല. പടിക്കെട്ട് നേരെ മുകളിലോട്ടാണ്. ശരിക്കും തീയും പുകയും പടർന്നിരിക്കുന്ന ആ ബിൽഡിങ്ങിനുള്ളിലേക്ക് ആ ചെറുപ്പക്കാരൻ എന്തിനു ഓടിപ്പോയി എന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല. ഡോക്ടർ എലിജോ അങ്ങനെ അമ്പരന്ന് നിൽക്കുകയാണ്. ഡസ്റ്റിൻ ഡയസ് കാണിച്ചത് ഒരു അബദ്ധമാണെന്നുള്ള കാര്യത്തിൽ എലിജോയ്ക്ക് സംശയമൊന്നുമില്ല. അയാൾ അമ്പരന്ന് ചുറ്റും നോക്കപ്പെട്ടാണ് അനവധി ഫയർ എഞ്ചിനുകൾ അങ്ങോട്ട് വന്നത്. ഫയർഫോഴ്സിനെ എലിജോ തന്നെയാണ് വിവരം അറിയിച്ചത്. അനവധി ഫയർ എഞ്ചിനുകളാണ് ഹീൽവെൽ ക്ലിനിക്കിന് സമീപത്തേക്ക് ഓടിയെത്തിയത്. ഫയർ എഞ്ചിൻ നിർത്തി ഫയർ ഓഫീസേഴ്സ് ചാടി ഇറങ്ങുമ്പോൾ അവരും ആകെ അമ്പരന്ന് പോവുകയാണ്. ഒരു 3 നില ബിൽഡിംഗ് ആണ് നിന്ന് കത്തുന്നത്. ഹീൽവെൽ ക്ലിനിക്ക് അവർ പലർക്കും അറിയാവുന്ന ക്ലിനിക്കാണ്. ആ ക്ലിനിക് അങ്ങനെ നിന്ന് കത്തുന്ന കാഴ്ച കണ്ടതും ഫയർ ഓഫീസേഴ്സ് ഉടൻ തന്നെ തീ അണയ്ക്കാനുള്ള ശ്രമത്തിലേക്ക് കടന്നു. ആ ഫയർ യൂണിറ്റിന് നേതൃത്വം വഹിക്കുന്ന ആളോടായി എലിജോ പറഞ്ഞു, സാർ 2 പേര് അകത്തുണ്ടോ? അതെ സാർ, 2 പേര് അകത്തുണ്ട്. പക്ഷേ ഡോക്ടർ എലിജോ, അവരെ ഈ തീന്ന് എങ്ങനെ രക്ഷിക്കാൻ പറ്റും? ഫയർ ഓഫീസർ ആ വാചകം പറയുമ്പോൾ അദ്ദേഹത്തോടൊപ്പം വന്ന സേനാംഗങ്ങളുടെ കണ്ണുകളും ആ ബിൽഡിങ്ങിലേക്കാണ്. ആ ബിൽഡിംഗ് പൂർണ്ണമായും തീയിൽ വെന്തമരുകയാണ്. ആ സമയത്ത് ആ ബിൽഡിങ്ങിനുള്ളിലേക്ക് കടന്ന് അതിനകത്തുള്ള ആളുകളെ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ആ ശ്രമം തികച്ചും ആത്മഹത്യാപരമായിരിക്കും. അവര് പ്രൊട്ടക്റ്റഡ് ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്. ഒരുമാതിരിപ്പെട്ട തീയിൽ നിന്നൊക്കെ അവരുടെ ശരീരത്തെ സംരക്ഷിക്കാൻ ആ ഡ്രസ്സിന് പറ്റും. പക്ഷേ ഈ ക്ലിനിക്കിന് വിഴുങ്ങിയിരിക്കുന്ന ആ തീക്കുള്ളിൽ നിന്ന് ആളുകളെ രക്ഷിക്കാൻ ആ ഡ്രസ്സ് പര്യാപ്തമല്ലെന്ന് ഇത്തരം രംഗങ്ങളിൽ പങ്കെടുത്ത് തഴക്കവും പഴക്കവുമുള്ള ആ ഉദ്യോഗസ്ഥർക്ക് നന്നായിട്ട് അറിയാം. അവരുടെ മേലുദ്യോഗസ്ഥന്റെ മുഖത്തേക്ക് അതുകൊണ്ട് ഒന്ന് നോക്കിയത്. അദ്ദേഹത്തിനും കാര്യം മനസ്സിലായി. അദ്ദേഹം ഡോക്ടർ എലിജോട് പറഞ്ഞു, ഡോക്ടർ, ഞങ്ങൾ എന്തായാലും ഒരു ശ്രമം നടത്താം. അങ്ങനെ പറഞ്ഞിട്ട് ആ ടീം അതിവേഗം ഫയർ എഞ്ചിനുകളിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഈ സമയത്ത് തീ ഏതാണ്ട് പൂർണ്ണമായി ആ ബിൽഡിങ്ങിനെ വിഴുങ്ങി തന്നെ പറയാം. ഫയർ എഞ്ചിനിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യാനായിട്ട് തുടങ്ങിയ ആ നിമിഷത്തിൽ അവർ ഒരു കാഴ്ച കണ്ടു. 3ാമത്തെ നിലയിലെ കോറിഡോറിൽ ഒരു മനുഷ്യൻ നിൽക്കുന്ന കാഴ്ചയാണ് ആ തീക്കുള്ളിലൂടെ പുറത്തു നിൽക്കുന്ന ഫയർ ഉദ്യോഗസ്ഥരും നാട്ടുകാരും ഒക്കെ കാണുന്നത്. അകത്ത് 2 ആളുകൾ ഉണ്ടെന്ന് ഡോക്ടർ എലിജോ പറഞ്ഞതാണ്.
ആ 2 പേരിൽ ഒരാളാണ് അവിടെ നിൽക്കുന്നതെന്ന് വ്യക്തമാണ്. സകലരും ആ കാഴ്ച കണ്ട് അമ്പരന്ന് ആ 3ാമത്തെ നിലയിലേക്ക് നോക്കുകയാണ്. 3ാമത്തെ നിലയിലെ കണ്ണാടി ഗ്ലാസ്സിലൂടെ അകത്ത് ഒരാൾ നിൽക്കുന്നത് കാണാം. ആ ഗ്ലാസ്സിലും തീ കത്തിപ്പടരുകയാണ്. ശരിക്കും ഭീകരമായ ശബ്ദത്തോടുകൂടി ഗ്ലാസ് പൊട്ടിത്തെറിക്കുന്ന ശബ്ദം ഇങ്ങനെ താഴെ നിൽക്കുന്ന ആൾക്കാർക്ക് കേൾക്കുകയും ചെയ്യാം. ഹീൽവെൽ ക്ലിനിക്കിൽ ഒത്തിരി ഗ്ലാസ് ഡോറുകളുണ്ട്. ആ ഗ്ലാസ് ഡോറുകളും ഗ്ലാസ് ജനാലുകളും ഒക്കെ അതിശക്തമായ ചൂടേറ്റ് പൊട്ടിത്തെറിക്കുന്ന ശബ്ദം ശരിക്കും വ്യക്തമായി എല്ലാവരും കേട്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് 3ാമത്തെ നിലയിലെ ആ കോറിഡോറിലുള്ള ഗ്ലാസുകൾ പൊട്ടുന്നത് അവർ കാണുന്നത്. ഇപ്പൊ അവർക്ക് കുറെ കൂടി ചിത്രം വ്യക്തമാണ്. ഒരു ചെറുപ്പക്കാരൻ 3ാമത്തെ നിലയിലെ ഗ്ലാസിന് നേരെ കുതിക്കുന്നതാണ് അവർ കാണുന്നത്. ശരിക്കും ആളുകൾ അമ്പരന്ന് നോക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ മുമ്പിലുള്ള ഗ്ലാസ്സിൽ ഒരൊറ്റ ഇടി. ആ ഇടിയേറ്റ് ഗ്ലാസ് തകർന്നു വിടതും ആ ഗ്ലാസിനകത്തൂടി ആ ചെറുപ്പക്കാരൻ പുറത്തേക്ക് ഒന്ന് ജമ്പ് ചെയ്തു. 3ാമത്തെ നിലയിൽ നിന്ന് ഒരാൾ ഇതാ താഴേക്ക് ചാടുകയാണ്. 3ാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരാനുള്ള വഴികൾ പൂർണ്ണമായും തീക്കകത്ത് ആയതുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ചാടിയതാണെന്ന് വ്യക്തമാണ്. 3ാമത്തെ നിലയിൽ നിന്ന് ഡസൻ ഡയസ് തീക്കുള്ളിലൂടെ താഴേക്ക് ചാടി. ആ കാഴ്ച ശരിക്കും അമ്പരപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. എലിജോ ശരിക്കും കണ്ണുപിഴിച്ചാണ് ആ കാഴ്ച കണ്ടത്. എലിജോ മാത്രമല്ല, ഫയർ ഓഫീസറും അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരും ഒക്കെ ആ കാഴ്ച കണ്ട് നിശ്ചലരായി അങ്ങനെ നിന്നു പോവുകയാണ്. ശരിക്കും അവർ വെള്ളം പമ്പ് ചെയ്യാനായിട്ട് ആ വാട്ടർ ഗണ്ണുകൾ കയ്യിൽ എടുത്ത ആ നിമിഷത്തിലാണ് അവർ ആ കാഴ്ച കണ്ടത്. മുകളിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ താഴേക്ക് ചാടുന്ന കാഴ്ച. ആ കാഴ്ച ഫയർ ഓഫീസേഴ്സ് മാത്രമല്ല കണ്ടത്, ആ ബിൽഡിങ്ങിനെ തീ അണയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ആളുകളും കാഴ്ചക്കാരും ഒക്കെ ആ കാഴ്ച കണ്ടു. ഒരു ചെറുപ്പക്കാരനാണ് താഴേക്ക് ചാടിയെന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ്. മുഴുവൻ ആളുകൾ അങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ്. തീക്കുള്ളിലേക്കാണ് ആ ചെറുപ്പക്കാരൻ ചാടിയിരിക്കുന്നത്. പക്ഷെ അടുത്ത നിമിഷത്തിൽ അവരെ അമ്പരപ്പിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ തീക്കുള്ളിലൂടെ ഓടി പുറത്തേക്ക് വന്നു. അയാളുടെ പുറത്ത് ഒരു പുതപ്പ് പുതച്ചിട്ടുണ്ട്. ആ പുതപ്പ് കത്തുകയാണ്. കത്തുന്ന രൂപം റോഡിലേക്ക് ഓടി വരുന്നത് ആളുകളൊക്കെ കണ്ടു. അമ്പരപ്പോടെ ആളുകൾ ആ രൂപത്തെ നോക്കുമ്പോൾ ആ രൂപം പുറത്തണിഞ്ഞിരുന്ന ആ കറുത്ത പുതപ്പ് വലിച്ച് ദൂരേക്ക് ഒരു ഒറ്റയേറി. ഡസിന്റെ പുറത്ത് പുതച്ചിരുന്ന പുതപ്പിൽ ശരിക്കും തീ ആളിപ്പടർന്നിരുന്നു. തീ ആളിപ്പടർന്ന ആ പുതപ്പ് ഡസൻ വലിച്ച് ദൂരേക്ക് എറിഞ്ഞുകൊണ്ടാണ് മുകളിലേക്ക് ഓടി വന്നത്. ഡസൻ മുകളിലേക്ക് ഓടി വരുന്നതും ഫയർ ഓഫീസേഴ്സും മറ്റ് സേനാംഗങ്ങളൊക്കെ ഡസിനടുത്തേക്ക് ഓടി വന്നു. ശരിക്കും അവര് അമ്പരപ്പോടെയാണ് ഓടി വരുന്ന ആ ചെറുപ്പക്കാരനെ കണ്ടത്. ആ ചെറുപ്പക്കാരൻ ആളിപ്പടർന്ന തീക്കുള്ളിലൂടെ 3ാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് ചാടിയ വ്യക്തിയാണ്. 3ാമത്തെ നിലയിലേക്ക് താഴേക്ക് ഒരാൾ ചാടിയാൽ ഉറപ്പായും അയാളെ കാലൊടിഞ്ഞ് അയാൾ അവിടെ കിടക്കാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ആ ചെറുപ്പക്കാരനെ കണ്ട് സേനാംഗങ്ങൾ വാപൊളിച്ച് നിൽക്കുകയാണ്. ശരിക്കും അവര് ഒരു വല്ലാത്ത കാഴ്ച കാണും പോലെ ഡസിനെ നോക്കുന്നതും ഡസിന്റെ അടുത്തേക്ക് എലിജോ ഓടിയെത്തി. എലിജോ ഡസിനോട് ചോദിച്ചു, ഡസൻ അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് ലോറൻസെ ഡസിന്റെ കാറിനകത്തേക്ക് കൊണ്ടുവന്ന് കിടത്തി. ലോറൻസോ ശരിക്കും അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് പറയാം. ലോറൻസെയും കൊണ്ട് കാറിനടുത്തേക്ക് പോകുന്ന ഡസിനെ തന്നെ നോക്കി നിൽക്കുകയാണ് ആ ഫയർഫോഴ്സിലെ സേനാംഗങ്ങൾ. അവർ ശരിക്കും അവിശ്വസനീയമായ ഒരു കാഴ്ചയാണ് യഥാർത്ഥത്തിൽ കണ്ടത്. ഒരു കാരണവശാലും 3ാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് ചാടി ചെറുപ്പക്കാരൻ രക്ഷപ്പെടാനുള്ള സാധ്യതയില്ല എന്നാണ് അവർ കരുതിയത്. പക്ഷെ അവർ അമ്പരപ്പിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ സ്വയം രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല ഒരാളെ കൂടി രക്ഷിച്ചിരിക്കുകയുമാണ്. ഡോക്ടർ എലിജിയോടായി ആ ഫയർഫോഴ്സിന്റെ തലവൻ ചോദിച്ചു, ഡോക്ടർ ഇനി ആരെങ്കിലും അകത്തുണ്ടോ? ഇല്ല, ആരുമില്ല. അത് കേട്ടതും ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ ടീം അംഗങ്ങൾക്ക് തീ അണയ്ക്കാനുള്ള നിർദ്ദേശം കൊടുത്തു. ആ ടീം അവരുടെ എഞ്ചിനുകളിൽ നിന്ന് വാട്ടർ ഗണ്ണുകൾ സ്റ്റാർട്ട് ചെയ്ത് തീ അണയ്ക്കാനുള്ള പരിപാടിയിലേക്ക് കടക്കുമ്പോൾ എലിജോ ആ ഹീൽവെൽ ക്ലിനിക്കിൽ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അത് കണ്ടതും ഡസൻ എലിജോട് ചോദിച്ചു, എലിജോ സത്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് എന്തെങ്കിലും ധാരണയുണ്ടോ? ഡസൻ ഡയസ് ചോദിച്ച ചോദ്യം കഴിഞ്ഞ ഏതാനും മിനിറ്റുകളിൽ എലിജോയുടെ മനസ്സിൽ പലതവണ വന്നതാണ്. സത്യത്തിൽ എന്താ സംഭവിച്ചത്? രാവിലെ 8 മണിക്ക് മാത്രമേ ആ ക്ലിനിക്ക് തുറക്കാറുള്ളൂ. 8 മണിയോട് അടുപ്പിച്ചാണ് സ്റ്റാഫ് മെമ്പേഴ്സ് വരിക. അതിന്റെ അർത്ഥം 8 മണി മുതലേ അതിനകത്ത് എന്തെങ്കിലും ആക്ടിവിറ്റീസ് തുടങ്ങുമെന്നാണ്. ആ ബിൽഡിങ്ങിൽ അതുകൊണ്ട് തന്നെ അകത്തു നിന്ന് ഒരു തീ ഉണ്ടാകാനുള്ള സാധ്യത തീരെ ഇല്ല എന്ന് പറയാം. ഷോർട്ട് സർക്യൂട്ടോ മറ്റെന്തെങ്കിലും കുഴപ്പങ്ങളോ കാരണം തീ പിടിച്ചോ എന്നുള്ളതാണ് ഇനി അന്വേഷിക്കേണ്ടത്. അതല്ല കാരണമെങ്കിൽ തീപിടുത്തത്തിന് ഒറ്റ കാരണമേ ഉള്ളൂ, പുറത്തു നിന്ന് ആരോ തീ കൊടുത്തതാണ്. ആ ചിന്ത എലിജയുടെ മനസ്സിൽ കുറെ നേരമായിട്ടുണ്ട്. അപ്പോഴാണ് ഡസൻ അങ്ങനെ ചോദിച്ചത്. ഡസന്റെ ചോദ്യം കേട്ടിട്ടും മറുപടി ഒന്നും പറയാതെ ഹീൽവെൽ ക്ലിനിക്കിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് എലിജോ. അയാളുടെ ഒരു സ്വപ്നമായിരുന്നു ആ ഹീൽവെൽ ക്ലിനിക്. അതാണ് ഇപ്പൊ ഇതാ വെന്ത് വെണ്ണീറായിക്കൊണ്ടിരിക്കുന്നത്. ഹീൽവെൽ ക്ലിനിക്കിലേക്ക് തന്നെ നോക്കി നിൽക്കുന്ന എലിജോടായി ഡസൻ പറഞ്ഞു, എനിക്ക് തോന്നുന്നത് ഇത്
ആ സ്ട്രാറ്റ്ഫോർഡുകാരുടെ പണിയാണെന്നാണ്. സ്ട്രാറ്റ്ഫോർഡ് കുടുംബത്തിന് ആ ഹീൽവെൽ ക്ലിനിക്കിലുള്ള താല്പര്യം എലിജോയ്ക്ക് നേരത്തെ അറിയാം. ഡസ്റ്റൻ പറഞ്ഞ ഉത്തരം നേരത്തെ തന്നെ എലിജോയുടെ മനസ്സിൽ വന്നതുമാണ്. സ്ട്രാറ്റ്ഫോർഡുകാര് ആയിരിക്കും ഈ തീപിടുത്തത്തിന്റെ പിന്നിൽ. എലിജോ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് നടക്കാൻ പോകുമെന്ന് എലിജോ അറിയുന്ന എല്ലാവർക്കും അറിയാം. എലിജോ നടക്കാൻ പോകുന്ന റൂട്ടും നടക്കാൻ പോകുന്ന സമയവും തിരിച്ചു വരുന്ന സമയവും ഒക്കെ കറക്റ്റ് അറിയാവുന്ന ആരോ ഒരാൾ അല്ലെങ്കിൽ ഒന്നിലധികം ആളുകൾ ചേർന്ന് ആ ബിൽഡിങ്ങിന് തീ വെച്ചതാണ്. അങ്ങനെ ആ കാര്യം ചെയ്യാൻ ധൈര്യം ഉണ്ടാകാൻ സാധ്യതയുള്ളത് സ്ട്രാറ്റ്ഫോർഡുകാർക്കാണ്. സ്ട്രാറ്റ്ഫോർഡുകാർ അനവധി തവണ ആ ഹീൽവെൽ ക്ലിനിക്ക് അവർക്ക് വിൽക്കാനായി എലിജോട് പറഞ്ഞതാണ്. എലിജോ കേൾക്കാതെ വന്നപ്പോൾ എലിജോയ്ക്കെതിരെ കേസ് കൊടുക്കുക, ഭീഷണിപ്പെടുത്തുക തുടങ്ങി പല കലാപരിപാടികളും അവർ പലപ്പോഴും ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ എങ്ങനെയൊക്കെയോ എലിജോ രക്ഷപ്പെട്ടു പോയതാണ്. ഇപ്പോ സ്ട്രാറ്റ്ഫോർഡുകാര് പകരം ചോദിച്ചതാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഡസ്റ്റൻ റൈസ് ആ കാര്യം വ്യക്തമാക്കിയതും എലിജോ ഡസ്റ്റനോട് പറഞ്ഞു, ഡസ്റ്റൻ, എനിക്കും അതാ തോന്നുന്നത്. ബിൽഡിംഗ് പുറത്തുനിന്ന് തീയിട്ടതാണെന്ന് എനിക്ക് 100% ഉറപ്പാണ്. അകത്തുനിന്ന് തീ പിടിക്കാനുള്ള ഒരു സാധ്യതയുമില്ല. അങ്ങനെ എലിജോ പറഞ്ഞ ആ നിമിഷത്തിൽ ഒരു കാറ് അവരുടെ സമീപത്ത് വന്നു നിന്നു. കാറിൽ നിന്ന് പുറത്തിറങ്ങിയ ഓവനും ഇസബെല്ലയും അമ്പരപ്പോടെ കത്തുന്ന ഹീൽവെൽ ക്ലിനിക്കിലേക്ക് തന്നെ നോക്കുകയാണ്. ശരിക്കും അവരുടെ മുഖത്ത് വല്ലാത്തൊരു സങ്കടമുണ്ട്. സങ്കടത്തോടെ ആ ഹീൽവെൽ ക്ലിനിക്കിലേക്ക് നോക്കിയ ഓവൻ എലിജോട് പറഞ്ഞു, ഡോക്ടർ, എന്തായി കാണുന്നത്? എന്താ ഡോക്ടർ പറ്റിയത്? ഓവൻ അങ്ങനെ ചോദിച്ചതും ഇസബെല്ല എലിജോട് പറഞ്ഞു, ഡോക്ടർ എലിജോ, ഇത് വലിയ കഷ്ടമായി പോയല്ലോ. ഇത് അങ്ങയുടെ സ്വപ്നമല്ലേ? എങ്ങനെയാ ഇത് സംഭവിച്ചത്? അവർ ഹീൽവെൽ ക്ലിനിക്കിനുണ്ടായ ദുരന്തം അവരുടെയും കൂടി ദുരന്തമായി കണ്ടുകൊണ്ട് എലിജോട് സംസാരിക്കുകയാണെന്നേ കാണുന്ന ഒരാൾക്ക് തോന്നത്തുള്ളൂ. പക്ഷേ ഡസ്റ്റിനും അതുപോലെ എലിജോയ്ക്കും അതല്ല തോന്നുന്നത്. ഇസബെല്ലയും ഓവനും നന്നായി അഭിനയിക്കുകയാണെന്ന് എലിജോയ്ക്ക് പൂർണ്ണ ഉറപ്പാണ്. എലിജോ ഓവനോട് പറഞ്ഞു, മിസ്റ്റർ ഓവൻ, ഇനി ആ ചോദ്യങ്ങളൊന്നും വേണ്ട. എനിക്കറിയാം ഇതിന്റെ പിന്നിൽ ആരാണെന്ന്. ഡോക്ടർ എലിജോ, നിങ്ങൾ എന്താ പറയുന്നത്? ഇതിന്റെ പിന്നിൽ ആളുണ്ടെന്നാണോ? ഓവൻ, അധികം സ്മാർട്ടാകണ്ട. ഇത് നിങ്ങളുടെയൊക്കെ ചെയ്തിയാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് മറ്റാരുടെ സഹായമൊന്നും വേണ്ട. ഡോക്ടർ എലിജോ വളരെ അപൂർവമായിട്ടാണ് നട്ടൽ ഉയർത്തി നിന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുക. അയാൾക്ക് സാധാരണഗതിയിൽ സ്ട്രാറ്റ്ഫോർഡുകാരെ ഭയമാണ്. പക്ഷെ ഇപ്പോ സകലതും നഷ്ടപ്പെട്ടപ്പോ വേറൊന്നും നോക്കാനില്ല എന്നൊരു തോന്നൽ ഡോക്ടർ എലിജോയ്ക്ക് വന്നു എന്ന് വ്യക്തം. എലിജോ അത് പറഞ്ഞതും ഇസബെല്ല ഒന്ന് ചിരിച്ചു. ഹേ ഡോക്ടർ എലിജോ, നിങ്ങളോട് എനിക്ക് സ്നേഹവും ബഹുമാനമൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ ഈ ക്ലിനിക് സ്ട്രാറ്റ്ഫോർഡുകാർ ചോദിച്ചപ്പോൾ കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുമായിരുന്നില്ലല്ലോ. ഇസബെല്ലയുടെ സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമായി അവതരിപ്പിക്കുകയാണ്. ഡോക്ടർ എലിജോ ആ ക്ലിനിക്ക് വിറ്റിരുന്നുവെങ്കിൽ ക്ലിനിക് കത്തില്ലായിരുന്നു. വളരെ വ്യക്തമാണ് സ്റ്റേറ്റ്മെന്റ്. എന്ന് പറയുമ്പോൾ ആ ക്ലിനിക്ക് കത്തിച്ചതാണെന്നാണ്. അത് കേട്ടതും ഡസ്റ്റിൻ ഇസബെല്ലയോട് ചോദിച്ചു, ഇസബെല്ല, തെറ്റ് ചെയ്തിട്ട് അതിനെ ന്യായീകരിക്കുകയാണ്. ഡസ്റ്റിൻ, ഈ വിഷയത്തിൽ നിങ്ങൾ കയറി ഇടപെടരുത്. ഇത് ഞങ്ങളും ഡോക്ടർ എലിജോ എന്നുള്ള വിഷയമാണ്. ഇവിടെ നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല. ഇസബെല്ല അങ്ങനെ പറഞ്ഞപ്പോൾ ഓവൻ ഡോക്ടർ എലിജോയോട് പറഞ്ഞു, ഡോക്ടർ, കൂടുതൽ തർക്കത്തിനൊന്നും ഞാനില്ല. ഡോക്ടർ പറയുന്ന കാര്യം ഡോക്ടർക്ക് മനസ്സിൽ തോന്നിയ കാര്യമാണ്. അത് നമ്മളുമായി ബന്ധമില്ലാത്തതാണെന്നുള്ള സംശയവുമില്ല. ഈ ഹീൽവെൽ ക്ലിനിക്കിന്റെ തീപിടുത്തവുമായി ഞങ്ങളുടെ കുടുംബത്തിന് ഒരു ബന്ധവുമില്ല. ഡോക്ടർ വെറുതെ ഞങ്ങൾ അതിലേക്ക് ബന്ധിപ്പിക്കണ്ട. ഞാൻ പക്ഷേ ഇപ്പോ ഈ വിവരം അറിഞ്ഞ് ഇവിടേക്ക് ഓടി വന്നപ്പോൾ എന്റെ മനസ്സിൽ ഒരു ആശയം തോന്നുന്നുണ്ട്. ഡോക്ടർ എന്തായാലും ശരിക്കും പ്രായമായി. ഇനി ഈ ബിൽഡിംഗ് വീണ്ടും കെട്ടിയെടുത്ത് ഒരു ക്ലിനിക്കൊക്കെ തുടങ്ങാന്ന് പറഞ്ഞാൽ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. ഞാൻ നിങ്ങളുടെ ഈ പ്രോപ്പർട്ടി വിലയ്ക്ക് വാങ്ങിക്കാം. ഹീൽവെൽ ക്ലിനിക്കിന്റെ ആ കത്തിയ ബിൽഡിങ്ങും ആ പ്രോപ്പർട്ടിയും സ്ട്രാറ്റ്ഫോർഡ് കുടുംബം വില കൊടുത്ത് വാങ്ങാമെന്ന് ഓവൻ പറഞ്ഞതും എലിജോ ഓവനോട് പറഞ്ഞു, ഞാനിത് വിൽക്കുന്നില്ല. നോക്ക് ഡോക്ടർ എലിജോ, നിങ്ങൾക്കിപ്പോ 80 വയസ്സോളം പ്രായമായി. ഇനി ഈ ബിൽഡിങ്ങും സ്ഥലവും ഒക്കെ കീപ്പ് ചെയ്തുകൊണ്ട് എന്താ കാര്യം? നിങ്ങൾ വിചാരിച്ചാൽ ഒരു കാരണവശാലും ഈ ബിൽഡിംഗ് പുനർനിർമ്മിക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ പറ്റുന്ന ആർക്കെങ്കിലും കൊടുക്കുന്നല്ലേ നല്ലത്. ഞാൻ നിങ്ങൾക്ക് നല്ല വില തരാം. ഇത് കണ്ണായ പ്രദേശമായതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് $10 മില്യൺ പ്രതിഫലം തരാൻ തയ്യാറാണ്. ആ കത്തിയ ബിൽഡിങ്ങിനും ആ പ്രോപ്പർട്ടിക്കും ചേർത്ത് $10 മില്യൺ ഓവൻ വിലയിട്ടത്. അതൊരു വലിയ വിലയുമാണ്. പക്ഷേ ഹീൽവെൽ ക്ലിനിക്ക് ഇരിക്കുന്ന സ്ഥലത്ത് ആ വില ഒന്നുമല്ല എന്നതാണ് സത്യം. എലിജോ ഓവനോട് പറഞ്ഞു, ഞാൻ സ്ഥലം വെക്കുന്നില്ല. ഓവനോട് അങ്ങനെ എലിജോ പറഞ്ഞതും ഇസബെല്ല ഡോക്ടർ എലിജോയോട് പറഞ്ഞു, ഡോക്ടർ എലിജോ, നിങ്ങൾക്ക് പ്രായമായില്ലേ? അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതും വിൽക്കണ്ടെന്ന് തീരുമാനിക്കുന്നതും. പക്ഷേ നിങ്ങൾക്കൊരു ചെറുമകളില്ലേ? എന്താ അവളുടെ പേര്? ഒരു റോസ്ലിൻ. അത് തന്നെ. അവളെക്കുറിച്ച് ആലോചിച്ചായിരുന്നു.
ടോർബി കുടുംബത്തിലെ ഇസബല്ലയുടെ ആ ചോദ്യം കേട്ടപ്പോൾ എലിജോ ഒന്ന് പതറി. അയാൾക്ക് ആകെയുള്ള ബന്ധു ഇനി റോസ്ലിനാണ്. ആ റോസ്ലിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഒരു സൂചന ഇസബല്ലയുടെ സംഭാഷണത്തിലുണ്ട്. അത് കേട്ടപ്പോൾ എലിജയുടെ മുഖത്തുണ്ടായ ഒരു ഭാവമാറ്റം ഓവനും ശ്രദ്ധിച്ചു. ഓവൻ എലിജയോട് പറഞ്ഞു, എലിജോ, ഇനി ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ തൽക്കാലം വഴങ്ങുന്നത് നല്ലത്. നിങ്ങൾക്ക് എന്തായാലും ഈ ബിൽഡിംഗ് ഇനി പുനർനിർമ്മിക്കാനോ ക്ലിനിക്ക് നടത്താനോ പറ്റില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ചെറുമകളുമായി എങ്ങോട്ടെങ്കിലും പോയി താമസിക്കാൻ ഞങ്ങൾ നൽകുന്ന പണം ശരിക്കും സഹായകരമാകും. അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്? ഓവനും ഇസബല്ലയും കൂടി ഇടതും വലതും നിന്ന് എലിജോയെ ആ ബിൽഡിംഗ് എഴുതി കൊടുക്കാനായി നിർബന്ധിക്കുന്നത് കണ്ടതും ഡസൻ എലിജോയോട് പറഞ്ഞു, ഡോക്ടർ, ഈ ബിൽഡിംഗ് വിൽക്കാൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ ഞാനും വാങ്ങാൻ തയ്യാറാണ്. ഞാൻ ബിൽഡിങ്ങിന് വിലയായി $30 മില്യൺ തരാം. ഓവൻ പറഞ്ഞ വിലയുടെ 3 ഇരട്ടിയാണ് ഡസൻ റൈസ് പറഞ്ഞത്. ഡസൻ, നിങ്ങൾ എന്തായി പറയുന്നത്? ഓവൻ ദേഷ്യപ്പെട്ട ഡസനോട് അങ്ങനെ ചോദിച്ചതും ഡസൻ ഓവൻ അവഗണിച്ചുകൊണ്ട് എലിജോയോട് പറഞ്ഞു, ഡോക്ടർ, ഞാൻ ഈ ബിൽഡിംഗ് വിലയ്ക്ക് വാങ്ങാൻ തയ്യാറാണ്. ഡസൻ റയസിന് ആ ബിൽഡിംഗ് ഹാൻഡ് ഓവർ ചെയ്യണമെന്ന് മനസ്സിൽ നേരത്തെ തന്നെ കരുതിയിരുന്ന വ്യക്തിയാണ് ഡോക്ടർ എലിജോ. എലിജോയ്ക്ക് ശേഷം ഹീൽവെൽ ക്ലിനിക്ക് നന്നായി നടത്തിക്കൊണ്ടു പോകാനുള്ള ഒരു അനന്തരാവകാശിയായി യഥാർത്ഥത്തിൽ എലിജോ ഡസനെ കണ്ടു തുടങ്ങിയിരുന്നു. ഡസന്റെ കഴിവുകൾ എലിജോ ശരിക്കും ആകർഷിക്കുന്നുണ്ട്. ഇപ്പൊ ഇതാ എലിജോയോട് ഡസൻ ആ ബിൽഡിംഗ് വിലയ്ക്ക് വാങ്ങാമെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും എലിജോയ്ക്ക് വളരെ സന്തോഷമുണ്ടായി. എലിജോ ഓവനോടും ഇസബല്ലയോടായി പറഞ്ഞു, ഏയ്, ഞാൻ ഈ ബിൽഡിംഗ്, ഈ പ്രോപ്പർട്ടിയും ഡസന് വിറ്റു. വളരെ പെട്ടെന്നാണ് അയാൾ തീരുമാനം പറഞ്ഞത്. ഒറ്റ സെന്റൻസിൽ ഡോക്ടർ എലിജോ ആ ഡയലോഗ് പറഞ്ഞതും ഓവൻ എലിജോട് പറഞ്ഞു, എലിജോ, നിങ്ങൾ ആരോടാ കളിക്കുന്നുള്ള കാര്യം മറക്കരുത്. ഓവൻ അത് പറഞ്ഞതും ഡസൻ ഓവനോടും ഇസബല്ലയോടായി പറഞ്ഞു, നോക്ക്, ഈ ബിൽഡിംഗ് ഈ നിമിഷം മുതൽ എന്റേതാണ്. ഇനി ഈ ബിൽഡിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾ സംസാരിക്കണമെങ്കിൽ എന്നോട് സംസാരിച്ചാൽ മതി. ഡോക്ടർ എലിജോയോട് ഇനി നിങ്ങൾ സംസാരിക്കണ്ട. ഡസൻ റൈസിന്റെ ആ വാക്കുകൾക്ക് വല്ലാത്തൊരു മൂർച്ചയുണ്ട്. അത് കണ്ടതും ഡസനെ ഒന്ന് തറപ്പിച്ച് നോക്കിയിട്ട് ഇസബല്ല ഓവന്റെ കാറിലോട്ട് കയറി. ഓവൻ തറയിൽ നിന്ന് ആഞ്ഞ് ചവിട്ടിയിട്ട് ഡസനെയും എലിജോ നോക്കി കാർ എടുത്തു. ശരിക്കും അവര് ഉണ്ടാക്കിയ പ്ലാൻ അപ്പടി പൊളിഞ്ഞിരിക്കുകയാണ്. ആ ബിൽഡിംഗ് വിൽക്കാൻ എലിജോ നിർബന്ധിപ്പിക്കാനായിട്ടാണ് ആ തീയുടെ ഒരു നാടകം അവരുണ്ടാക്കിയത്. ആ ബിൽഡിങ്ങിനെ അവർ തീയിട്ടത് തന്നെയാണ്. പക്ഷേ അപ്രതീക്ഷിതമായി ഡസൻ റൈസ് അവിടെ വഴിയിലേക്ക് കടന്നു വന്നതാണ്. എലിജോയുടെ അടുത്ത് നിന്ന് വണ്ടിയിൽ അതിവേഗം മുന്നോട്ട് നീങ്ങുമ്പോൾ ഇസബല്ല ഓവനോട് പറഞ്ഞു, നമുക്ക് ആ ഡസനെ തീർക്കണം, അവനെ ഇങ്ങനെ വെച്ചിരുന്നാൽ പറ്റത്തില്ല. ഇസബല്ല, ഞാനും അതാണ് ആലോചിക്കുന്നത്. നമുക്കതിന് മാർഗം ഉണ്ടാക്കാം. നമ്മൾ നേരിട്ടൊന്നും ചെയ്യണ്ട. ഡസൻ റൈസിനെ നേരിട്ടൊന്നും ചെയ്യാതെ ഡസനെ ഇല്ലാതാക്കാനുള്ള പരിപാടിയെക്കുറിച്ച് ഇസബല്ലയും ഓവനും സംസാരിച്ചുകൊണ്ട് ആ വാഹനം ഓടിക്കുമ്പോൾ ഹീൽവെൽ ക്ലിനിക്കിന്റെ മുന്നിൽ ഡസൻ റൈസ് എലിജോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എലിജോ ശരിക്കും സന്തോഷത്തിലാണ്. എലിജോടായി ഡസൻ പറഞ്ഞു, ഡോക്ടർ, ഈ ക്ലിനിക് ഞാൻ പുനർനിർമ്മിക്കും. ഈ ക്ലിനിക്കിന്റെ പൂർണ്ണ ചുമതല എന്നാലും ഡോക്ടർക്ക് തന്നെയായിരിക്കും. ഇപ്പൊ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പോലെ മനോഹരമായിട്ട് ഭംഗിയായിട്ട് ആളുകൾക്ക് ഉപയോഗമുള്ള ശൈലിയിൽ ഈ ക്ലിനിക് തുടർന്ന് നടത്തണം. ഡോക്ടർക്ക് പറ്റാവുന്നിടത്തോളം കാലം ഈ ക്ലിനിക്ക് നടത്തണം. ഞാൻ എല്ലാ സപ്പോർട്ടുമായി ഡോക്ടർക്കൊപ്പം ഉണ്ടാവും. തന്റെ സ്വപ്നം തകർന്നു എന്ന് ഡോക്ടർ എലിജോയ്ക്ക് തോന്നിയ നിമിഷത്തിലാണ് ഡസൻ റൈസ് ശരിക്കും ഒരു സഹായവുമായി ഇതാ കടന്നു വന്നിരിക്കുന്നത്. ആ ക്ലിനിക് ഡസൻ വില കൊടുത്ത് വാങ്ങാമെന്ന് സമ്മതിച്ചു എന്ന് മാത്രവുമല്ല, ആ ക്ലിനിക് പുനർനിർമ്മിക്കാനും ഡോക്ടർ എലിജോ തന്നെ അതിന്റെ ചുമതല ഏൽപ്പിക്കാനും തയ്യാറാണ്. അത് കേട്ടതും എലിജോ ഡസനോട് പറഞ്ഞു, ഡസൻ, എനിക്ക് പണമൊന്നും വേണ്ട. ഡസൻ, നമുക്കിത് പുനർനിർമ്മിക്കണം. അതല്ല ഡോക്ടർ, ഞാൻ ഡോക്ടർക്ക് $30 മില്യൺ തരും. നോക്ക് ഡസൻ, സത്യമായിട്ട് ഈ ക്ലിനിക് ഒന്നും വാങ്ങിക്കാതെ ഡസന് സംഭാവനയായി നൽകണമെന്ന് ഞാൻ നേരത്തെ തീരുമാനിച്ചതാണ്. എനിക്കറിയാം ഡസന് പാവങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു താല്പര്യമുണ്ടെന്ന്. അത്തരത്തിൽ താല്പര്യമുള്ള ഒരാൾക്ക് ഇത് ഹാൻഡ് ഓവർ ചെയ്യണമെന്ന് പണ്ടേ ഞാൻ തീരുമാനിച്ചതാണ്. ഡസൻ എത്ര നിർബന്ധിച്ചിട്ടും ഡോക്ടർ എലിജോ പണം വാങ്ങാൻ തയ്യാറല്ല. അവസാനം എലിജോയുടെ യാത്ര പറഞ്ഞ് ഡസൻ അയാളുടെ വാഹനത്തിൽ ലോറൻസിയും കൊണ്ട് വില്ലയിലേക്ക് മടങ്ങി. എലിജോയും ഇനി ഡസനൊപ്പം വില്ലയിലാണ് താമസിക്കേണ്ടത്. ഫയർ ഓഫീസേഴ്സ് പോയതിനു ശേഷം എലിജോ ഡസന്റെ അടുത്തേക്ക് മടങ്ങി വരാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് എലിജോയെ അവിടെ ആക്കിയിട്ട് ഡസൻ ലോറൻസിയുമായി വീട്ടിലേക്ക് മടങ്ങിയത്. ലോറൻസിയെ വീട്ടിൽ കൊണ്ടുവന്ന് കിടക്കയിൽ കിടത്തി ആവശ്യമായ സംവിധാനങ്ങളൊക്കെ ഒരുക്കി കഴിഞ്ഞപ്പോൾ ഡസന്റെ മനസ്സിലേക്ക് ഇസബല്ലയും ഓവനും ടോബി കുടുംബവും ആ ജെയ്ഡ് ഡ്യൂ ഓയിൻമെന്റും ഒക്കെ കടന്നു വരികയാണ്. ശരിക്കും ഒരു ചതിയാണ് ടോർബി കുടുംബം ഡസനോട് ചെയ്തത്. അതേ ടോർബി കുടുംബത്തിന് കൂട്ടുനിന്നുകൊണ്ട് സ്ട്രാറ്റ്ഫോർഡുകാർ
ഡോക്ടർ എലിജയുടെ ആ ക്ലിനിക്ക് കത്തിച്ചിരിക്കുകയാണ്. രണ്ട് കുടുംബവും കാണിച്ചത് ചതിയാണ്. അവർക്ക് ഒരു പണി കൊടുക്കണം. അങ്ങനെ ഒരു ചിന്ത ഡസ്റ്റിന്റെ മനസ്സിലേക്ക് വന്നതും ഡസ്റ്റിൻ ഫോൺ എടുത്ത ഡസ്റ്റിൻ റിംഗ് ചെയ്തത് ഹെയ്സലിന്റെ നമ്പറിലേക്കാണ്. ഫോൺ കണക്ട് ആയതും ഹെയ്സലിനോടായി ഡസ്റ്റിൻ പറഞ്ഞു, ഹെയ്സൽ എവിടെയുണ്ട്? ഞാൻ വീട്ടിലുണ്ട്. ഹെയ്സൽ, എനിക്ക് നിന്നോടൊരു ബിസിനസ് സംസാരിക്കാനുണ്ട്. എപ്പോഴാണ് നമുക്കൊന്ന് കാണാൻ കഴിയുക? ഡസ്റ്റിൻ, നമുക്ക് എംബ്രസ് പവലിൽ വെച്ച് കാണാം. അവിടെ പ്രൈവറ്റ് റൂം 11 ഞാൻ ഉണ്ടാവും. 1 മണിക്കൂർ കഴിയുമ്പോൾ. കൃത്യം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡസ്റ്റിൻ റൈസ് എംബ്രസ് പവലിലെത്തി. അവിടുത്തെ 2ാമത്തെ നിലയിൽ അനവധി പ്രൈവറ്റ് മുറികളുണ്ട്. അതിലെ ആ 11ാം നമ്പർ മുറിയിൽ ഡസ്റ്റിൻ കയറി ചെല്ലപ്പോൾ സുന്ദരിയായി ഹെയ്സൽ അവിടെ ഇരിപ്പുണ്ട്. ശരിക്കും നന്നായിട്ട് അണിഞ്ഞൊരുങ്ങിയാണ് ഹെയ്സൽ അവിടെ എത്തിയിരിക്കുന്നത്. ഡസ്റ്റിനെ കണ്ടതും ഹെയ്സൽ ഡസ്റ്റിന് ഷേക്ക് ഹാൻഡ് കൊടുത്തു. ഡസ്റ്റിന് അടുത്ത സീറ്റിലാണ് ഹെയ്സൽ ഇരിക്കുന്നത്. ഡസ്റ്റിന് അടുത്തിരുന്ന ഹെയ്സൽ ഡസ്റ്റിനെ തന്നെ അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഡസ്റ്റിൻ ഹെയ്സലോട് പറഞ്ഞു, ഹെയ്സൽ, ഞാനൊരു ബിസിനസ് സംസാരിക്കാനാണ് വന്നത്. അങ്ങനെ ഡസ്റ്റിൻ സംസാരിക്കുമ്പോൾ ഹെയ്സലിന്റെ കാല് ഡസ്റ്റിന്റെ കാലിൽ അങ്ങനെ തട്ടിയിരിക്കുകയാണ്. ഇവള് ആള് കുഴപ്പക്കാരിയാണല്ലോ എന്ന് മനസ്സിൽ തോന്നിയെങ്കിലും ഡസ്റ്റിൻ പതുക്കെ ഒന്നും പറയാതെ കാല് പുറകോട്ട് വലിച്ചു. ഡസ്റ്റിൻ കാല് പുറകോട്ട് വലിക്കുമ്പോൾ ഹെയ്സൽ കാല് മുന്നോട്ട് കയറ്റുകയാണ്. ശരിക്കും അവൾ ഡസ്റ്റിനെ ഒന്ന് ടീസ് ചെയ്യാണെന്ന് പറയാം. ഡസ്റ്റിൻ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് ഡസ്റ്റിന്റെ മുഖത്തിനെ നോക്കിക്കൊണ്ടാണ് അവൾ കാലുകൊണ്ട് വേല കാണിക്കുന്നത്. ഡസ്റ്റിൻ ഹെയ്സലിനോട് പറഞ്ഞു, ഹെയ്സൽ, ഞാൻ വന്നത് ഒരു ഓയിൻമെന്റിനെ കുറിച്ച് സംസാരിക്കാനാണ്. ഓയിൻമെന്റോ? എന്ത് ഓയിൻമെന്റ്? ഹെയ്സൽ, എനിക്ക് കുറച്ച് മരുന്നുണ്ടാക്കാനുള്ള പരിപാടികളൊക്കെ അറിയാം. ഞാനൊരു ഓയിൻമെന്റ് ഉണ്ടാക്കി. ആ ഓയിൻമെന്റ് മുറിവ് ഉണക്കാൻ പറ്റിയ സാധനമാണ്. ഡസ്റ്റിൻ, ഇവിടെ മെഡിക്കൽ ഷോപ്പുകളിൽ മുറിവ് ഉണക്കാനുള്ള ഇഷ്ടംപോലെ മരുന്നുകൾ കിട്ടും. ആ ശൈലിയിലുള്ള ഒരു മരുന്ന് ഉണ്ടാക്കാൻ ഡസ്റ്റിന് അറിയാമെന്ന് പറഞ്ഞതുകൊണ്ട് അതെങ്ങനെ ബിസിനസ് ആകും? ഹെയ്സൽ അവളുടെ മനസ്സിലെ സംശയം ചോദിച്ചതും ഡസ്റ്റിൻ റൈസ് മേശപ്പോത്തിരുന്ന ഒരു കത്തിയെടുത്ത് ഡസ്റ്റിന്റെ കയ്യിൽ ഒരൊറ്റ വര. ശരിക്കും ഹെയ്സൽ ഞെട്ടിപ്പോയി തന്നെ പറയാം. ഡസ്റ്റിൻ റൈസിന്റെ മനോഹരമായ കയ്യിൽ പെട്ടെന്നാണ് ആ വര വീണതും ആ കയ്യിൽ നിന്ന് രക്തം കുടുകൂടെ ചാടിയത്. അമ്പരന്ന് പോയ ഹെയ്സൽ പെട്ടെന്ന് ഡസ്റ്റിന്റെ കയ്യിലേക്ക് കയറി പിടിച്ചു. ഡസ്റ്റിൻ എന്തായി ചെയ്തത്? ശരിക്കും അവൾക്ക് വല്ലാത്തൊരു പരിഭ്രമമുണ്ട്. അവൾ ഉടനെ അവളുടെ കയ്യിലെ കർച്ചിഫ് കൊണ്ട് ഡസ്റ്റിന്റെ കയ്യിലെ ആ രക്തം ഒപ്പിയെടുക്കാൻ ശ്രമിച്ചതും ഡസ്റ്റിൻ ഹെയ്സലോട് പറഞ്ഞു, ഹെയ്സൽ, സ്റ്റോപ്പ്. അങ്ങനെ പറഞ്ഞിട്ട് ഡസ്റ്റിന്റെ കോട്ടിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ ബോട്ടിൽ പുറത്തെടുത്തു. പേരൊന്നുമില്ലാത്ത ഒരു ബോട്ടിലാണ്. ആ ബോട്ടിൽ എടുത്ത് ഡസ്റ്റിൻ മേശപ്പുറത്ത് വെച്ചു. ഡസ്റ്റിൻ ഹെയ്സലോട് പറഞ്ഞു, ഇത് ഒരു ഓയിൻമെന്റ് ആണ്. ഈ ഓയിൻമെന്റ് ആണ് ഇനി ഇവിടെ പുരട്ടേണ്ടത്. കേൾക്കേണ്ട താമസം ഹെയ്സൽ ആ ഓയിൻമെന്റ് എടുത്തു. അവൾ തന്നെ ആ അടപ്പ് തുറന്നിട്ട് ആ ഓയിൻമെന്റ് എടുത്ത് പെട്ടെന്ന് ഡസ്റ്റിന്റെ കയ്യിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുകയാണ്. ശരിക്കും ഏറ്റവും അടുത്ത ഒരു അഭ്യുദയാകാംക്ഷി ഡസ്റ്റിന്റെ കൈ സംരക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്യുമോ അതുപോലെ ഹെയ്സൽ ആ ക്രീം ഡസ്റ്റിന്റെ കയ്യിൽ മുഴുവൻ തേച്ച് പിടിപ്പിച്ചു. പച്ച നിറത്തിലുള്ള ആ ക്രീം ഡസ്റ്റിന്റെ കയ്യിൽ തേച്ച് പിടിപ്പിച്ചതും ഡസ്റ്റിൻ ഹെയ്സലോട് പറഞ്ഞു, ഹെയ്സൽ, 30 മിനിറ്റ് അതാണ് എനിക്ക് വേണ്ട സമയം. 30 മിനിറ്റ് കഴിയുമ്പോൾ ഈ കൈ നമുക്ക് ഒന്ന് നോക്കാം. ഡസ്റ്റിൻ പറഞ്ഞ കാര്യം ഹെയ്സൽ കേട്ടോ എന്ന് സംശയമുണ്ട്. അവളുടെ കണ്ണുകൾ പൂർണ്ണമായും ഡസ്റ്റിന്റെ കയ്യിലാണ്. അവൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് യഥാർത്ഥത്തിൽ അവൾ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് കണ്ടത്. സ്വന്തം കൈ ഒരാൾ അങ്ങനെ കീറി മുറിക്കുമെന്ന് അവൾ ഒരിക്കലും കരുതിയിരുന്നല്ല. ഡസ്റ്റിൻ എന്ത് പ്രൂവ് ചെയ്യാനാണെങ്കിലും ആ കാണിച്ചത് ശരിയായില്ല എന്നൊരു മനോഭാവം ഹെയ്സലിനുണ്ട്. ഹെയ്സൽ ആ കയ്യിലേക്ക് തന്നെ നോക്കിയിരിക്കുന്ന കണ്ടതും ഡസ്റ്റിൻ ഹെയ്സലോട് പറഞ്ഞു, ഹെയ്സൽ, നമുക്ക് ബിസിനസ് സംസാരിക്കാം. അങ്ങനെ പറഞ്ഞിട്ട് ഡസ്റ്റിൻ ആ ഓയിൻമെന്റ് ഉണ്ടാക്കാനിടയായ കഥ വളരെ വ്യക്തമായി ഹെയ്സലോട് പറഞ്ഞു. ടോർബി കുടുംബം ശരിക്കും ഡസ്റ്റിനെ ചതിച്ചതാണെന്നുള്ള കഥ കേട്ടപ്പോൾ ഹെയ്സലിന് വല്ലാത്തൊരു അമ്പരം. ഹെയ്സലിന്റെ ലങ്കാസ്റ്റർ ഫാമിലിക്ക് മരുന്ന് നിർമ്മാണ വിതരണ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു എക്സ്പീരിയൻസും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഡസ്റ്റിൻ ആദ്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ ഹെയ്സലിന് ഒരു താല്പര്യം ഇല്ലാതിരുന്നത്. പക്ഷേ ടോർബി കുടുംബവും സ്ട്രാറ്റ്ഫോർഡ് കുടുംബവും കൂടി ചേർന്ന് ഒരു കളി കളിച്ചിരിക്കുകയാണെന്നും ആ കളി വഴി ഡസ്റ്റിൻ പറ്റിക്കപ്പെട്ടു എന്ന് കേട്ടപ്പോൾ ഹെയ്സലിന്റെ മുഖത്ത് ശരിക്കും ഒരു ദേഷ്യം ഇരച്ചു കയറുന്നുണ്ട്. ഡസ്റ്റിൻ, അവർ രണ്ടുപേരും ചതിയന്മാരാണ്. ഡസ്റ്റിൻ എന്ത് ബിസിനസ് കൊണ്ടുവന്നാലും ഞാൻ ഉറപ്പായും ഡസ്റ്റിനൊപ്പം നിൽക്കാം. പക്ഷേ ഇപ്പോഴും എനിക്ക് സംശയമുണ്ട്, ഈ ഓയിൻമെന്റ് ഫലപ്രദമാകൂ എന്നാണ് സംശയം. അങ്ങനെ ഹെയ്സൽ ചോദിച്ചതും ഡസ്റ്റിൻ ക്ലോക്കിലേക്ക് നോക്കി. കൃത്യം 1/2 മണിക്കൂറായിരിക്കുന്നു. ഡസ്റ്റിൻ ഹെയ്സലോട് പറഞ്ഞു, ഹെയ്സൽ, ഇനി നീ തന്നെ ഇതൊന്ന് ക്ലീൻ ആക്ക്. ഡസ്റ്റിൻ റൈസ് പറഞ്ഞതും ഹെയ്സൽ അവളുടെ കയ്യിലെ ആ കർച്ചീഫ് ഉപയോഗിച്ച് ആ ഓയിൻമെന്റ് തുടച്ചു മാറ്റി. പച്ച നിറത്തിലുള്ള ആ ഓയിൻമെന്റ് കയ്യിൽ നിന്ന് ഇങ്ങനെ തുടച്ചു മാറ്റുമ്പോൾ ഹെയ്സലിന്റെ കണ്ണ് ശരിക്കും പുറത്തേക്ക് ഇങ്ങനെ തള്ളി വരികയാണ്. ഡസ്റ്റിൻ റൈസിന്റെ കയ്യിൽ നേരത്തെ അവൾ കണ്ട ആ മുറിവ് ഇപ്പോ ഇല്ല എന്ന് തന്നെ പറയാം. ആ ഓയിൻമെന്റ് മുഴുവൻ മാറുമ്പോൾ
ഒരു ചുവന്ന പാട് മാത്രമാണ് ആ കയ്യിലുള്ളത്. പെട്ടെന്ന് രക്തം നിർത്തിക്കാനും മുറിവ് ഉണക്കാനും മുറിവിന്റെ പാട് നിശേഷം ഇല്ലാതാക്കാനും കപ്പാസിറ്റിയുള്ള ഒരു അവിശ്വസനീയവുമായ ഓയിൻമെന്റ് ആണ് ഡസ്റ്റിൻ റൈസ് ഇതാ ഉണ്ടാക്കിയിരിക്കുന്നത്. ഹേസൽ അമ്പരപ്പോടെ ഡസ്റ്റിനെ നോക്കിയിട്ട് ഡസ്റ്റിനോട് ചോദിച്ചു, ഡസ്റ്റിൻ, ടോർബി കുടുംബത്തിന് ഡസ്റ്റിൻ കൊടുത്ത കുറിപ്പടി അനുസരിച്ച് അവരും മരുന്ന് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അവരുണ്ടാക്കുന്ന മരുന്നും ഈ മരുന്ന് തമ്മിൽ എന്താണ് വ്യത്യാസം? ഹേസൽ, അവരുടെ മരുന്നിന് ചില പിഴവുകളുണ്ട്. ആ മരുന്ന് ശരിക്കും സൈഡ് എഫക്റ്റ് ഉള്ളതാണ്. ഞാൻ മനഃപൂർവ്വം അങ്ങനെ എഴുതി കൊടുത്തതാണ്. ആ മരുന്നിനേക്കാൾ 10 ഇരട്ടി കാര്യക്ഷമമാണ് നമ്മുടെ ഈ മരുന്ന്. ശരിക്കും അവർക്ക് ഞാൻ ഒറിജിനൽ കുറിപ്പടി കൊടുക്കാനിരുന്നതാണ്. പക്ഷെ അവർ എന്നെ ചതിച്ചുകൊണ്ടാണ് ഞാൻ അവർക്കത് കൊടുക്കാതിരുന്നത്. ഡസ്റ്റിൻ റൈസ് ആവശ്യപ്പെട്ട മരുന്നുകളൊക്കെയും ഡസ്റ്റിന് കൊടുത്തിരുന്നുവെങ്കിൽ ഡസ്റ്റിന് ഉറപ്പായിട്ടും ആ ജെയ്ഡ് ഡ്യൂ ഓയിൻമെന്റിന്റെ യഥാർത്ഥ ഫോർമുല സോഫിക്ക് കൊടുത്തനെ. സോഫി ചതിച്ചുകൊണ്ടാണ് ഡസ്റ്റിൻ യഥാർത്ഥ കുറിപ്പടി കൊടുക്കാതിരുന്നത്. ഡസ്റ്റിൻ റൈസിൽ നിന്ന് കഥകൾ കേൾക്കുകയും കാര്യങ്ങൾ കൺമുന്നിൽ കാണുകയും ചെയ്ത ഹേസൽ വല്ലാത്തൊരു അമ്പരപ്പിലാണ്. ശരിക്കും അവള് ത്രില്ലിലാണ്. വളരെ നാളുകളായി ഈ ടോർബി കുടുംബവും സ്ട്രാറ്റ്ഫോർഡ് കുടുംബവും ബാക്കി എല്ലാ കുടുംബങ്ങളെയും അടക്കി ഭരിക്കുകയാണ്. ശരിക്കും അവർ രണ്ടുപേരും മാർക്കറ്റ് ലീഡേഴ്സ് ആണെന്ന് തന്നെ പറയാം. മരുന്ന് നിർമ്മാണ വിതരണ മേഖലയിലാണ് ടോർബി ആധിപത്യം പുലർത്തുന്നത്. അതേ മേഖലയിൽ തന്നെ സ്ട്രാറ്റ്ഫോർഡുമുണ്ട്. അവർ തമ്മിൽ ഒരു സൗഹൃദ മത്സരവുമാണ്. എന്നാൽ ബാക്കി ഒരു ഫാമിലിക്കും സതേൺ ഡിസ്ട്രിക്റ്റിൽ കടന്നു കയറാൻ പറ്റാത്ത ശൈലിയിൽ ഒരു ആധിപത്യം അവർ പുലർത്തുന്നതുകൊണ്ട് ലങ്കാസ്റ്റർ കുടുംബം ഇതുവരെയും മരുന്ന് നിർമ്മാണ വിതരണ മേഖലയിൽ കടന്നിട്ടേയില്ല. മരുന്ന് നിർമ്മാണ മേഖലയിലെ ആധിപത്യം സ്റ്റാറ്റ്ഫോർഡ് കുടുംബവും അതുപോലെ ടോർബി കുടുംബവും മറ്റെല്ലാ മേഖലയിലും ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ലങ്കാസ്റ്റർ പോലുള്ള കുടുംബത്തെ അത്ര കാര്യമായി പരിഗണിക്കുന്ന സ്വഭാവവും ടോർബി കുടുംബത്തിനോ സ്റ്റാറ്റ്ഫോർഡ് കുടുംബത്തിനോ ഇല്ല. അവരുടെ ആധിപത്യത്തെ ചോദ്യം ചെയ്യാനായി ലങ്കാസ്റ്റർ കുടുംബത്തിന് ലഭിച്ചിരിക്കുന്ന ഒരു സുവർണ അവസരമാണ്. ശരിക്കും സന്തോഷത്തോടു കൂടിയാണ് ഹേസൽ അവളുടെ വീട്ടിലേക്ക് മടങ്ങുന്നത്. വീട്ടിലെത്തിയതും അവൾ ഓടി അവളുടെ അച്ഛനടുത്തെത്തി. സന്തോഷത്തോടുകൂടി ഓടി വരുന്ന ഹേസലെ കണ്ടതും വേവൽ ലങ്കാസ്റ്റർ ഹേസലിനോട് ചോദിച്ചു, ഹേയ് മോള്, നീ ആകെ സന്തോഷത്തിലാണല്ലോ. അച്ഛന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. മോളെ, നീ എന്താ പറയുന്ന? അച്ഛന് ഒരു ആഗ്രഹമല്ലേ ടോർബിയെ പോലെ സ്റ്റാറ്റ്ഫോർഡിനെ പോലെ ഉയരണമെന്ന്? മോളെ, നീ ചോദിച്ച ചോദ്യം ശരിയാണ്. എൻ്റെ ഒരു സ്വപ്നമാണ്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതാ ഒരു അവസരം വന്നിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഡസ്റ്റിൻ റൈസ് കാണിച്ച അതേ ശൈലിയിൽ ഒരു ആക്ഷൻ ഹേസലും കാണിച്ചു. അവളും ഒരു കത്തി കൊണ്ട് അവളുടെ കൈ മുറിച്ച് ആ ഓയിൻമെന്റ് പുരട്ടി അരമണിക്കൂർ കഴിഞ്ഞ് തുടച്ച് വൃത്തിയാക്കി വേവലിനെ കാണിച്ചു. വേവൽ ശരിക്കും സ്തംഭിച്ചു പോയി തന്നെ പറയാം. അൺബിലീവബിൾ, അങ്ങനെ ആ മരുന്നിനെ വിളിക്കാൻ പറ്റും. അവിശ്വസനീയം, സാധാരണഗതിയിൽ സങ്കല്പിക്കാനാവാത്ത ഒരു മരുന്ന്. ശരീരത്തിന് പുറത്തുണ്ടാകുന്ന മുറിവുകൾ ഉണക്കുന്ന മരുന്നുകളുടെ കച്ചവടം ഒരു വൻ മേഖലയാണ്. സകല ആളുകൾക്കും ആവശ്യമുള്ള മരുന്നാണ്. ഇവിടെ ശരിക്കും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു റിസൾട്ടുള്ള മരുന്നാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. ശരീരത്തിലെ മുറിവിന്റെ അടയാളം പോലും പൂർണ്ണമായി ഇല്ലാതാക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു മരുന്നാണ് ഇതാ ഹേസൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഹേസലോടായി വേവൽ ചോദിച്ചു, മോളെ, ആരാ നിനക്ക് ഈ മരുന്ന് നൽകിയത്? ഇതെന്റെ സുഹൃത്ത് ഡസ്റ്റിനോ നൽകിയത്. ഡസ്റ്റിനോ? എന്താ അയാളുടെ ബാക്ക്ഗ്രൗണ്ട്? അയാൾ മിൽസ്ബർഗിൽ നിന്നാണ് ഇവിടെ വന്നത്. ഇവിടെ സ്റ്റോണിയിൽ അയാൾക്ക് വേറെ ബന്ധങ്ങളൊന്നുമില്ല. അങ്ങനെ പറഞ്ഞതിന് ശേഷം ഹേസൽ ടോർബി കുടുംബവുമായും സ്റ്റാറ്റ്ഫോർഡ് കുടുംബവുമായും ഡസ്റ്റിനുണ്ടായ ബന്ധങ്ങളും ആ ഫോർമുല ഉണ്ടാക്കാനിടയായ സാഹചര്യവും ആ ഫോർമുല സോഫിക്ക് കൊടുത്തതും സോഫി ചതിച്ചതുമായ കഥകളൊക്കെ അതുപോലെ തന്നെ വേവലിനോട് പറഞ്ഞു. കഥകൾ മുഴുവൻ കേട്ട് കഴിഞ്ഞതും വേവൽ ഹേസലിനോട് പറഞ്ഞു, ഹേസൽ, ഇത് ശരിക്കും ഒരു തീ കൊണ്ടുള്ള കളിയാണ്. സ്റ്റാറ്റ്ഫോർഡും ടോർബിയും ശക്തരാണ്. പണവും അധികാരവും ആൾബലവും അവർക്ക് ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് അവരുമായിട്ട് ഒന്ന് മത്സരിക്കാൻ നമുക്ക് ഇതുവരെയും പറ്റാതിരുന്നത്. പക്ഷെ ഇപ്പോ നമുക്കൊരു ചാൻസ് വന്നിരിക്കുകയാണ്. ഇത് ഒരു ചാൻസ് തന്നെയാണ്. നമുക്ക് ഈ ചാൻസ് ഉപയോഗിക്കണം. നമ്മൾ വിജയിച്ചാലും പരാജയപ്പെട്ടാലും ഒരു വിഷമവും വേണ്ട. നമുക്ക് ഈ ചാൻസ് ഉപയോഗിക്കണം. വേവലിന്റെ ആ വാക്കുകൾ ഹേസലിനെ ഒന്നുകൂടി ഒന്ന് ചാർജ് ആക്കുകയാണ്. ശരിക്കും അവളും ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇതാ ഒരു സുവർണ അവസരം അവൾക്ക് ലഭിച്ചിരിക്കുകയാണ്. ഹേസലും വേവലും കൂടി ആ ഓയിൻമെന്റിന്റെ സാധ്യതയെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് വീട്ടിലേക്ക് മടങ്ങുന്ന ഡസ്റ്റിൻ റൈസിന്റെ മനസ്സിലേക്ക് നടാഷ ഹാർമൺ കടന്നു വരികയാണ്. ഹേസലുമായിട്ട് ഡസ്റ്റിൻ റൈസ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡസ്റ്റിനെ സെഡ്യൂസ് ചെയ്യാനായി ഹേസൽ ഒരു ശ്രമമൊക്കെ നടത്തിയിരുന്നു. കാലുകൊണ്ടും കൈകൊണ്ടും ഒക്കെ ഡസ്റ്റിനെ പുറത്തു തൊടാൻ ഹേസൽ ശ്രമിച്ചിരുന്നു. ഹേസൽ ഡസ്റ്റിന്റെ കയ്യിലെ ആ രക്തം തുടച്ചു കളഞ്ഞതും ഓയിൻമെന്റ് പുരട്ടിയതും ആ ഓയിൻമെന്റ് അവസാനം കർച്ചീഫ് ഉപയോഗിച്ച് തുടച്ചു മാറ്റുന്ന ആ സമയത്തൊക്കെ ഡസ്റ്റിന്റെ മനസ്സിൽ അറിയാതെ നടാഷ കടന്നു വന്നിരുന്നു. ഇപ്പോ കാറിൽ തിരിച്ചു പോകുമ്പോൾ നടാഷയുടെ മുഖം
പിന്നെയും കടന്നു വരികയാണ്. നടാഷ മിൽസ്ബർഗിൽ നിന്ന് സ്റ്റോണിയിലേക്ക് വന്നു എന്നുള്ള കാര്യം ഡസ്റ്റിന് അറിയാം. നടാഷയെ ഒന്ന് വിളിക്കണമെന്ന് ഡസ്റ്റിനൊരു ആഗ്രഹമുണ്ട്. പക്ഷേ നടാഷയെ വിളിച്ചാൽ നടാഷ സ്വാഭാവികമായും ഡസ്റ്റിനൊപ്പം കൂടും. അങ്ങനെ വന്നാൽ ഡസ്റ്റിൻ സ്റ്റോണിയിലേക്ക് വന്ന കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഡസ്റ്റിൻ സ്റ്റോണിയിലേക്ക് വന്നത് പ്രതികാരം ചെയ്യാനാണ്. ഡസ്റ്റിന്റെ അമ്മയും റയസ് കുടുംബത്തിലെ ബാക്കി ആളുകളെയും കൂട്ടക്കൊലയ്ക്ക് ഇടയാക്കിയ ആ സംഭവത്തിന് ഉത്തരവാദികൾ ആരാണ്? അത് കണ്ടുപിടിക്കണം. അവരോട് പ്രതികാരം ചെയ്യണം. ആ വർക്കിനിടയിൽ നടാഷ തനിക്കൊരു തടസ്സമാകുമെന്ന് തോന്നിയതുകൊണ്ടാണ് ഡസ്റ്റിൻ നടാഷ വിളിക്കാൻ ഒന്ന് മടിച്ചത്. പക്ഷേ ഹെയ്സൽ നടാഷയുടെ ഓർമ്മ ഡസ്റ്റിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഡസ്റ്റിൻ അറിയാതെ ഫോൺ എടുത്ത് നടാഷയെ വിളിച്ചു പോവുകയാണ്. ഡസ്റ്റിൻ റൈസിന്റെ പേര് എഴുതി കാണിക്കുന്ന കണ്ടതും നടാഷ ഫോൺ എടുത്തു. ഏയ് ഡസ്റ്റിൻ, ഇതെന്താ എന്നെ വിളിക്കാത്തെ? ഞാൻ എത്ര നാളായിട്ട് കാത്തിരിക്കുകയാണ്. നടാഷയുടെ മനസ്സിലും ആ വിഷയമുണ്ട്. നടാഷ സ്റ്റോണിയിലെത്തിയ ആ നിമിഷം മുതൽ ഡസ്റ്റിൻ വിളിക്കണമെന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷെ ഡസ്റ്റിൻ വിളിക്കട്ടെ എന്ന് കരുതി അവൾ വെയിറ്റ് ചെയ്യായിരുന്നു. ഇന്നും കൂടി ഡസ്റ്റിൻ വിളിച്ചില്ലെങ്കിൽ ഉറപ്പായും നടാഷ ഡസ്റ്റിനെ വിളിച്ചനെ. ഡസ്റ്റിൻ തിരക്കിലായതുകൊണ്ടാവും തന്നെ വിളിക്കാത്തതെന്നാണ് നടാഷ കരുതിയിരുന്നത്. എങ്കിലും ഫോണിൽ ഡസ്റ്റിനെ കിട്ടിയതും നടാഷ ചാടിക്കേറി ഡസ്റ്റിനോട് പറയുകയാണ്, ഏയ് ഡസ്റ്റിൻ, എന്താ എന്നെ വിളിക്കാത്ത? എന്നെ അങ്ങ് മറന്നോ? എന്താ ഞാനിപ്പോ വേണ്ടേ? അതാ വേറെ പെമ്പിളുള്ള അടുത്തുണ്ടോ? ഏയ് ഡസ്റ്റിൻ, വേറെ സ്ത്രീകളുടെ അടുത്ത് അങ്ങനെ പോയെന്ന് അറിഞ്ഞാൽ ഞാനേ അങ്ങ് വരുവേ, ഞാൻ ചെത്തിക്കളയുവേ. ശരിക്കും ഡസ്റ്റിന് സംസാരിക്കാൻ സമ്മതിക്കാതെ നടാഷ അതിവേഗതയിൽ അവളുടെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഏകദേശം 2-3 മിനിറ്റ് നടാഷ അങ്ങനെ സംസാരിച്ചപ്പോൾ ഡസ്റ്റിൻ മിണ്ടാതെ അത് കേട്ടുകൊണ്ടിരുന്നു. ഡസ്റ്റിന്റെ ഭാഗത്തു നിന്നും മറുപടി ഒന്നും വരുന്നില്ലെന്ന് കണ്ടതും നടാഷ ഡസ്റ്റിനോട് ചോദിച്ചു, ഏയ് ഡസ്റ്റിൻ, എന്താ ഒന്നും മിണ്ടാത്തെ? അല്ല, നീ നിർത്തിയാലല്ലേ എനിക്ക് പറയാൻ പറ്റൂ. അപ്പോഴാണ് നടാഷ അത് ആലോചിച്ചത്. അവൾ കഴിഞ്ഞ ഏതാനും മിനിറ്റുകൾ ഡസ്റ്റിനോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഡസ്റ്റിന് തിരിച്ചു മറുപടി പറയാനുള്ള ഒരു അവസരം പോലും കൊടുക്കാതെ. ശരിക്കും നടാഷയും ഡസ്റ്റിനും ഒരു അടിപൊളി ജോഡിയാണ്. രണ്ടുപേർക്കും പരസ്പരം മനസ്സിലാകും. നടാഷയും ഡസ്റ്റിനും കൂടി സംസാരിക്കുമ്പോൾ നടാഷ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, ഇന്ന് വൈകുന്നേരം ഫ്രീ ആണോ? ആ, ഞാൻ ഫ്രീ ആണ്. ഡസ്റ്റിൻ, ഞാൻ ഇന്ന് ഒരു പാർട്ടി സംഘടിപ്പിക്കുകയാണ്. നമ്മുടെ പുതിയ കമ്പനിയുടെ ഒരു വിജയം സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ആ പാർട്ടി സംഘടിപ്പിക്കുന്നത്. ഞാൻ യഥാർത്ഥത്തിൽ നിന്ന് ഡസ്റ്റിനെ വിളിക്കാതിരുന്നതാണ്. നടാഷ ഹാർമൺ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന യുണൈറ്റഡ് ഫാർമസ്യൂട്ടിക്കൽസിന്റെ ഒരു വിജയം ആഘോഷിക്കാനായിട്ട് അവളൊരു പാർട്ടി സംഘടിപ്പിക്കുകയാണ്. ആ പാർട്ടിയിലേക്ക് ഡസ്റ്റിൻ റൈസിനെ ഇൻവൈറ്റ് ചെയ്യണമെന്ന് നടാഷ കരുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഡസ്റ്റിൻ നടാഷ വിളിച്ചതെന്ന് നടാഷ ഡസ്റ്റിനോട് പറഞ്ഞു. ഡസ്റ്റിനെ നടാഷ ഇൻവൈറ്റ് ചെയ്തതും ഡസ്റ്റിൻ ആ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് സമ്മതിച്ചു. അന്ന് വൈകുന്നേരം യുണൈറ്റഡ് ഫാർമസ്യൂട്ടിക്കൽസിന്റെ ഒരു വലിയ ചടങ്ങ് ഒരു ബിൽഡിംഗ് നടക്കുകയാണ്. ആ ബിൽഡിംഗ് യുണൈറ്റഡ് ഫാർമസ്യൂട്ടിക്കൽസിന്റെ ബിൽഡിംഗ് തന്നെയാണ്. ആ ബിൽഡിംഗിലെ വിശാലമായ ഹാളിൽ അനവധി പ്രമുഖർ എത്തിയിട്ടുണ്ട്. ഒരു ബാങ്കറ്റ് ഹാളാണ്. ആ ഹാളിലെ അനവധി ടേബിളുകളിൽ ഒന്നിൽ സാക്ഷാൽ കാർലോസും റോസ്ലിനും ഇരിക്കുകയാണ്. കാർലോസും റോസ്ലിനും അവിടേക്ക് വന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തിലാണ്. അവരുടെ ഹീൽവെൽ ക്ലിനിക് കത്തിച്ചത് സ്ട്രാറ്റ്ഫോർഡും ടോർബിയും ചേർന്നാണെന്ന് റോസ്വെലിനും അതുപോലെ കാർലോസിനും അറിയാം. അവർക്ക് ഒരു സപ്പോർട്ട് വേണം. ആ സപ്പോർട്ട് എവിടെ നിന്ന് സംഘടിപ്പിക്കാം എന്നതിനെക്കുറിച്ച് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യുണൈറ്റഡ് ഫാർമസ്യൂട്ടിക്കൽസ് അവരുടെ പ്രോഡക്റ്റിന്റെ വിജയം ആഘോഷിക്കാനായി ഒരു ഫംഗ്ഷൻ സംഘടിപ്പിക്കുന്നവരും അവർ അറിഞ്ഞതും അവർക്ക് ഇൻവിറ്റേഷൻ കിട്ടുന്നത്. ഡസ്റ്റിൻ റൈസ് നടാഷയ്ക്ക് കൊടുത്ത ഫോർമുല അനുസരിച്ച് നടാഷ ഉണ്ടാക്കി ഹാർമൺ കുടുംബത്തിൽ മിൽസ്ബർഗ് വെച്ച് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരുന്ന അതേ പിൽസ് യുണൈറ്റഡ് ഫാർമസ്യൂട്ടിക്കൽസിന് വേണ്ടി ഇപ്പോൾ നടാഷ രംഗത്തിറക്കിയിരിക്കുകയാണ്. ആ മരുന്ന് സ്റ്റോണിയിൽ ഒരു തരംഗം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വിജയം ആഘോഷിക്കാനായിട്ടാണ് നടാഷ ഒരു ഫംഗ്ഷൻ സംഘടിപ്പിക്കുന്നത്. പ്രമുഖ കുടുംബങ്ങളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഒത്തിരി ആളുകളാണ് അവിടെ എത്തിയിരിക്കുന്നത്. യുണൈറ്റഡ് ഫാർമസ്യൂട്ടിക്കൽസിന് ഇൻവിറ്റേഷൻ കിട്ടിയ കാർലോസും അതുപോലെ റോസ്ലിനും സന്തോഷത്തോടുകൂടി ഓടിയെത്തിയതും ആ കാരണത്താലാണ്. ആ ഹാളിലെത്തുന്ന ഏതെങ്കിലും ഒരു പ്രമുഖ കുടുംബവുമായി ബന്ധമുണ്ടാക്കണം. അങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ടെങ്കിലും അവരുടെ ടാർഗറ്റ് സാക്ഷാൽ നടാഷ ഹാർമന്റെ കുടുംബമാണ്. നടാഷ ഹാർമന്റെ ഗ്രാൻഡ് ഫാദർ റിച്ചാർഡ് ഡങ്കൻ ബലാഡ് ശരിക്കും ശക്തനാണ്. അദ്ദേഹം ഡ്യൂക്കാണ്. രാജകുടുംബം പ്രമുഖ കുടുംബങ്ങൾക്ക് അലോട്ട് ചെയ്യുന്ന ആ പ്രഭുസ്ഥാനത്തിൽ ഏറ്റവും ഉയർന്ന പ്രഭുസ്ഥാനം ഡ്യൂക്ക് എന്നുള്ള സ്ഥാനമാണ്. ഡ്യൂക്ക് എന്ന പേര് ഒരാളുടെ പേരിനൊപ്പമുണ്ടെങ്കിൽ അയാൾ അതിശക്തനാണെന്ന് വ്യക്തമാണ്. ഇവിടെ ഡ്യൂക്ക് റിച്ചാർഡ് ഡങ്കൻ ബലാഡ് നടാഷയുടെ ഗ്രാൻഡ് ഫാദറാണ്. നടാഷയെ സ്വാധീനിച്ച് ഡ്യൂക്കുമായി ബന്ധമുണ്ടാക്കിയാൽ പിന്നെ ഈ ടോർബി കുടുംബവും സ്റ്റാറ്റ്ഫോർഡ് കുടുംബവും ഒരു വിഷയമേ അല്ല എന്ന് റോസ്ലിനും കാർലോസിനും അറിയാം. അതുകൊണ്ടാണ് അവർ രണ്ടുപേരും ഈ ഫംഗ്ഷനിലേക്ക് ഓടിയെത്തിയിരിക്കുന്നത്. റോസ്ലിൻ കാർലോസിനോട് ചോദിച്ചു, ഈ നടാഷയെ നമ്മൾ എങ്ങനെ കമ്പനി അടിക്കും? നടാഷയെ കണ്ട തിരിച്ചറിയൂ? ഹേ റോസ്ലിൻ, എന്ത് ചോദ്യമാണ്!
നടാഷ ആരെന്നാ നീ കരുതിയിരിക്കുന്നത്? നടാഷ ഈ ഡ്രാഗൺ മാർഷിലെ സുന്ദരിമാരുടെ ലിസ്റ്റിൽ ടോപ്പ് നിൽക്കുന്ന കക്ഷിയാണ്. ബ്രദറിന് അതെങ്ങനെ അറിയാം? റോസലിൻ, നീ എന്ത് ചോദ്യമായി ചോദിക്കുന്നത്? നമ്മുടെ ഈ ഡ്രാഗൺ മാർഷിലെ സുന്ദരിമാരുടെ ലിസ്റ്റിൽ ഒന്നാമത് നിൽക്കുന്ന ആരാണ്? അത് മിസ് മാർഗറ്റ് അല്ലേ? അതെ, മിസ് മാർഗറ്റ് ആണ്. രണ്ടാമത് നമ്മുടെ സ്കാർലറ്റ് സ്പാനർ. മൂന്നാമത്തെ പേര് ആരുടെന്ന് അറിയാവൂ? ബ്രദർ പറയുന്നത് അതെ, നടാഷയാണ്. അപ്പോ നടാഷ സുന്ദരിയാണോ? സുന്ദരിയാണോന്നോ? സത്യത്തിൽ ആരായാലും നടാഷ ഒന്ന് നോക്കിപ്പോവും. ബ്രദർ, ഈ നടാഷ വിവാഹം കഴിച്ചതാണോ? ഇല്ല, വിവാഹം കഴിച്ചിട്ടില്ല. ബ്രദർ, അങ്ങനെയാണെങ്കിൽ നടാഷ ഒന്ന് കമ്പനി അടിച്ചൂടെ? നടാഷയെ ബ്രദർ വിവാഹം കഴിച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് പിന്നെ ആരെയും നോക്കേണ്ട കാര്യമില്ലല്ലോ. നീ എന്തായി പറയുന്നത്? ഡ്യൂക്കിന്റെ ചെറുമകളാണ് നടാഷ. ആ നടാഷയെ ഞാനെങ്ങനെ കമ്പനി അടിക്കാൻ? ബ്രദർ സുന്ദരനല്ലേ? ബ്രദറിനെ കണ്ട ആരാ ഇഷ്ടപ്പെടാത്തത്? ബ്രദർ സുന്ദരനാണ്, ശക്തനാണ്, ഡോക്ടറാണ്, എല്ലാ ആളുകളും അറിയുന്ന ആളാണ്. ബ്രദറിനെ എന്ത് കഴിവാ ഇല്ലാത്തത്? റോസലിൻ കാർലോസിനെ അടിച്ചു പുകഴ്ത്തി പറഞ്ഞപ്പോ കാർലോസിനും ഒരു സന്തോഷം. കാർലോസ് റോസലിനോട് ചോദിച്ചു, റോസലിൻ, നീ പറയുന്നത് ഞാൻ നടാഷയെ കമ്പനി അടിക്കുന്നതുകൊണ്ട് തെറ്റില്ലെന്നാണല്ലേ? എന്ത് തെറ്റ്? നടാഷ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യ വ്യക്തിയാണ്. അങ്ങനെ റോസലിൻ പറഞ്ഞതും തൊട്ട് പുറകിൽ ഒരു ശബ്ദം കേട്ടു. നടാഷ നിങ്ങൾക്ക് പറ്റിയ ആളല്ല. ശബ്ദം കേട്ട് അവർ തിരിഞ്ഞു നോക്കുമ്പോൾ അവർ കാണുന്നത് ഡസൻ റൈസിനെയാണ്. ഡസനെ കണ്ടപ്പോ റോസലിനും കാർലോസും ഒന്ന് പരിങ്ങി. ഡസൻ, നീ എന്താ ഇവിടെ? നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? അതിനെ ഞാനും വന്നത്. ഡസൻ, ഇവിടെ ക്ഷണിക്കപ്പെടുന്ന ആൾക്കാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അതെനിക്കും അറിയാം. എന്നെ ക്ഷണിച്ചതുകൊണ്ടാണ് ഞാൻ വന്നത്. ഡസൻ, നിങ്ങളാരാ ഇവിടെ ക്ഷണിക്കാൻ? നിങ്ങൾക്കതിന് എന്ത് പരിചയമാണ് ഈ സ്റ്റോറിയിലുള്ളത്? അതെന്തുമാവട്ടെ, എനിക്കും ക്ഷണമുണ്ട്, അതുകൊണ്ട് ഞാൻ വന്നു. പിന്നെ നിങ്ങളിപ്പോൾ ഒരു വാചകം പറഞ്ഞല്ലോ നടാഷയെ കുറിച്ച്. ആ വാചകം ഇനി ആവർത്തിക്കരുത്. ഡസൻ, നീ എന്താ അങ്ങനെ പറഞ്ഞേ? വേറൊന്നുമല്ല, നടാഷ എന്റെ പെണ്ണാണ്. നടാഷ നിന്റെ പെണ്ണോ? എന്ത് പറച്ചിലാണ് മിസ്റ്റർ ഡസൻ നിങ്ങൾ ഈ പറയുന്നത്? റോസലിൻ അറിയാൻ ചിരിച്ചു പോവുകയാണ്. കാർലോസും ചിരിച്ചുപോയി. ശരിക്കും നടാഷ ഹാർമൺ സ്റ്റോഡിയയിലെ സുന്ദരിമാരുടെ ലിസ്റ്റിലെ 3ാം സ്ഥാനക്കാരിയാണെന്ന് കാർലോസ് നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. അത് ആലോചിച്ചപ്പോ റോസലിന്റെ മുഖത്ത് പിന്നെ ഒരു ചിരി വരികയാണ്. ഡസൻ, നീ കണ്ണാടിയിലൊന്നും നോക്കാറില്ലേ? നടാഷയെ കുറിച്ച് നീ എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? നടാഷ ഈ സ്റ്റോഡിയയിലെ സുന്ദരിമാരുടെ ലിസ്റ്റിലെ 3ാം റാങ്കുകാരിയാണ്. ആ നടാഷ നിന്റെ പെണ്ണാണെന്ന് പറയാനുള്ള ധൈര്യം നീ കാണിച്ചല്ലോ. നിന്നെ സമ്മതിച്ചിരിക്കുന്നു. ഡസ്റ്റിനോട് നടാഷയെ കുറിച്ച് കാർലോസും റോസലിനും കൂടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ഹാളിന്റെ മുൻഭാഗത്ത് ഒരു അനക്കം കേൾക്കുകയാണ്. ശരിക്കും ആളുകളൊക്കെ ആ അനക്കം ഉണ്ടായ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരു ടീം നടന്നു വരുന്നുണ്ട്. ആ ടീമിന്റെ ഒത്ത നടക്ക് മുന്നിലായി സാക്ഷാൽ നടാഷ ഹാർമൺ തന്നെയാണ് ഉള്ളത്. ഒരു കറുത്ത ഗൗൺ അണിഞ്ഞിരിക്കുന്ന നടാഷ ശരിക്കും ഒരു സുന്ദരമായ കാഴ്ച തന്നെയാണ്. വളരെ മനോഹരമായ ഡിസൈൻഡ് ഡ്രസ്സാണ് നടാഷ അണിഞ്ഞിരിക്കുന്നത്. നടാഷയെ കണ്ടപ്പോൾ സകല ആളുകളും എണീറ്റ് നടാഷയെ അവരുടെ സാന്നിധ്യം അറിയിക്കുകയാണ്. ആളുകൾ നടാഷയുടെ നേരെ കൈ കാണിക്കുന്നതും നടാഷയും അവർക്കെതിരെ കൈ കാണിക്കുകയാണ്. ഒരു സന്തോഷം എല്ലാ ഭാഗത്തും അലയടിക്കുന്നുണ്ട്. ആ ഹാളിനകത്തുള്ള മുഴുവൻ പുരുഷന്മാരുടെ കണ്ണുകൾ ഇപ്പോ സാക്ഷാൽ നടാഷയിലാണ്. ചെറുപ്പക്കാരുടെ കണ്ണുകൾ എന്ന് പറയുമ്പോൾ പുരുഷന്മാരുടെ മാത്രമല്ല സ്ത്രീകളുടെ കണ്ണുകളും നടാഷയിലാണ്. നടാഷയുടെ ആ പെർഫെക്റ്റ് ഫിഗറാണ് സ്ത്രീകളെ ശരിക്കും ആകർഷിച്ചത്. ശരിക്കും ബോഡി നന്നായി സൂക്ഷിക്കുന്ന വ്യക്തിയാണ് നടാഷ. അതുകൊണ്ട് തന്നെ ആ കറുത്ത ഗൗണിൽ നടാഷ ശരിക്കും സെക്സി ആയിട്ടാണ് എല്ലാ ആളുകൾക്കും തോന്നുന്നത്. ശരിക്കും ലാസ്യഭാവത്തോടുകൂടി നടാഷ മുന്നോട്ടങ്ങനെ നടന്നു വരുമ്പോൾ കാർലോസും റോസലിനും ശരിക്കും വാ പൊളിച്ച് നടാഷ നോക്കി നിൽക്കുകയാണ്. റോസലിൻ നടാഷയും കാർലോസിനെയും ഒന്ന് മാറി മാറി നോക്കും. കാർലോസിനായി റോസലിൻ പറഞ്ഞു, ബ്രദർ, ഈ അവസരം പാഴിക്കളയരുത്. റോസലിൻ അങ്ങനെ പറഞ്ഞതും കാർലോസ് നടന്നു വരുന്ന നടാഷയെ നോക്കി. ശരിക്കും കാർലോസിന്റെ ഹൃദയം പടപട ഇടിച്ചു തുടങ്ങി. അതീവ സുന്ദരിയെ നടാഷ സ്റ്റേജിലേക്കുള്ള ആ വഴിയിലേക്ക് നടന്നു വരികയാണ്. നടാഷ അവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളെയും കണ്ണുകൊണ്ട് ഇങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ നടാഷയുടെ കണ്ണുകൾ കാർലോസും ടീമും ഉള്ള ആ ഭാഗത്തേക്ക് തിരിഞ്ഞു. ആ ഭാഗത്തേക്ക് നടാഷയുടെ കണ്ണുകൾ വന്നതും നടാഷ അതിവേഗം ആ ഭാഗത്തേക്ക് നടന്നു തുടങ്ങി. കാർലോസും റോസലിനും ശരിക്കും ഞെട്ടി തന്നെ പറയാം. അവർ ഇരിക്കുന്ന ഭാഗത്തേക്ക് അതിവേഗം നടാഷ നടന്നു വരികയാണ്. അത് കണ്ടതും റോസലിൻ കാർലോസിനോട് പറഞ്ഞു, ബ്രദർ, നടാഷയ്ക്ക് ബ്രദറിന് ഇഷ്ടമായി തോന്നുന്നു. ബ്രദറിന്റെ അടുത്തേക്കാണല്ലോ നടന്നു വരുന്നത്. റോസലിൻ അങ്ങനെ പറഞ്ഞതും കാർലോസിന് ശരിക്കും സന്തോഷമാവുകയാണ്. നടാഷ കാണാൻ വേണ്ടി ആ വഴിയിലേക്ക് കയറി നിന്ന കാർലോസിന് ഇപ്പോൾ ആ കാര്യം ഉറപ്പാണ്. നടാഷ നടന്നു വരുന്നത് അയാൾക്ക് നേരെയാണ്. അയാൾക്ക് നേരെ നടാഷ നടന്നു വരുന്നതും കാർലോസ് നടാഷ നേരെ കൈനീട്ടി. ഹലോ മിസ് നടാഷ. ശരിക്കും സന്തോഷത്തോടുകൂടി കാർലോസ് നടാഷയ്ക്ക് നേരെ കൈ നീട്ടപ്പോൾ നടാഷ
കാർലോസിനെ ശ്രദ്ധിച്ചതുപോലുമില്ല. നടാഷ കാർലോസിനെ കടന്ന് മുന്നോട്ട് പോയിട്ട് ഉറക്കെ പറയുകയാണ്, ഏയ് ഹസ്ബൻഡ്, എത്ര നാളായി കണ്ടിട്ട്, ഏയ് ഹസ്ബൻഡ്, എത്ര നാളായി കണ്ടിട്ട് എന്നുള്ള നടാഷയുടെ ആ സ്റ്റേറ്റ്മെന്റ് കാർലോസിന് സമീപത്ത് നിൽക്കുകയായിരുന്ന റോസലിനെ ശരിക്കും ഞെട്ടിച്ചു എന്ന് പറയാം. തന്നെ നോക്കുപോലും ചെയ്യാതെ തന്നെ കടന്നുപോയ നടാഷയുടെ ശബ്ദം കേട്ട് ഞെട്ടിത്തിരിഞ്ഞ കാർലോസ് കാണുന്നത് ഡസ്റ്റിനെ കെട്ടിപ്പിടിക്കുന്ന നടാഷയാണ്. ഡസൻ റൈസ് നേരത്തെ അവരോട് പറഞ്ഞ ആ വാചകം പെട്ടെന്ന് റോസലിന്റെയും കാർലോസിന്റെയും മനസ്സിലേക്ക് പിന്നെയും കയറി വരികയാണ്. നടാഷ ഡസ്റ്റിന്റെ പെണ്ണാണെന്ന് ഡസൻ നേരത്തെ പറഞ്ഞതാണ്. ഇപ്പോ ഇതാ ആ കാര്യം അവർക്ക് ഉറപ്പായിരിക്കുന്നു. നടാഷ ഡസ്റ്റിനെ കെട്ടിപ്പിടിക്കുകയാണ്. ശരിക്കും വളരെ നാളുകൾക്ക് ശേഷം ഹസ്ബൻഡിനെ കാണുന്ന ഒരു ഭാര്യയുടെ സന്തോഷം നടാഷയുടെ ആ ആക്ഷനിലുണ്ട്. നടാഷെ ഡസ്റ്റിനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. ശരിക്കും രണ്ടുപേരും വലിയ സന്തോഷത്തിലാണ്. ഏയ് ഹസ്ബൻഡ്, എന്താ എന്നെ വിളിക്കാത്തെ, എത്ര ദിവസമായി വന്നിട്ട്? നടാഷയെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഡസ്റ്റിൻ നടാഷയോട് പറഞ്ഞു, ഏയ് നടാഷ, ഈ ഡ്രസ്സ് നിനക്ക് നന്നായി ചേരുന്നുണ്ട് കേട്ടോ, നീ ഈ ഡ്രസ്സിൽ ശരിക്കും സുന്ദരിയാണ്. ആഹാ, ഇതിനൊക്കെ പറയാൻ അറിയാവോ? നടാഷയോട് സാധാരണഗതിയിൽ ഡസൻ റൈസ് അങ്ങനെയൊന്നും പറയാറുള്ളതല്ല. ഡസൻ പെട്ടെന്ന് അവൾ സുന്ദരിയാണെന്ന് പറഞ്ഞു കേട്ടപ്പോ നടാഷയ്ക്ക് ശരിക്കും സന്തോഷമായി. നടാഷ ഡസ്റ്റിനോട് പറഞ്ഞു, ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്നൊന്ന് കിസ് ചെയ്തേ. ഹേ നടാഷ, നീ എന്തായി പറയുന്നത്? എല്ലാവരും നമ്മളെ നോക്കുന്നത്. ഡസൻ റൈസ് അങ്ങനെ പറഞ്ഞപ്പോഴാണ് നടാഷ യഥാർത്ഥത്തിൽ ചുറ്റും ഒന്ന് നോക്കിയത്. ആ ഹാളിലെ മുഴുവൻ ആളുകളും നടാഷയും ഡസ്റ്റിനെയും അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ശരിക്കും പൊക്കമുള്ള സുന്ദരനായ ചെറുപ്പക്കാരൻ ആരാണ്? ആ ചോദ്യമാണ് സകലരുടെയും മനസ്സിലുള്ളത്. ഡ്യൂക്ക് റിച്ചാർഡ് ഡങ്കൻ ബലാഡിന്റെ ചെറുമകൾ നടാഷ ഹാർമൺ ഡ്രാഗൺ മാർഷിലെ സുന്ദരിമാരുടെ ലിസ്റ്റിലെ 3ാം റാങ്കുകാരിയാണ്. ആ ലേഡി ഒരു ബിസിനസ് മാഗ്നറ്റ് കൂടിയാണ്. അവരാണ് ഇതാ ഒരു ചെറുപ്പക്കാരനെ പരസ്യമായി കെട്ടിപ്പിടിക്കുന്നത്. ആരാ ചെറുപ്പക്കാരൻ? ആരാ ഈ സുന്ദരൻ? എന്താണ് ചെറുപ്പക്കാരന്റെ ബാക്ക്ഗ്രൗണ്ട്? അനവധി ചോദ്യങ്ങൾ ആളുകളുടെ മനസ്സിലേക്ക് വന്നതും നടാഷ ആളുകളെല്ലാം നോക്കി അവരോട് പറഞ്ഞു, ഇത് ഡസൻ റൈസ്, എന്റെ ഹസ്ബൻഡാണ്. ശരിക്കും ആ ആൾക്കൂട്ടത്തെ വല്ലാതെ അതിശയപ്പെടുത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നടാഷ ഹാർമൺ അപ്പൊ പറഞ്ഞത്. ഡസൻ റൈസ് നടാഷ ഹാർമന്റെ ഹസ്ബൻഡ് ആണെന്ന് കേട്ടപ്പോ റോസലിനും അതുപോലെ കാർലോസും അറിയാതെ അവരുടെ സീറ്റിലേക്ക് ഇരുന്നു പോവുകയാണ്. ശരിക്കും അവർ രണ്ടുപേരും വിറച്ചു തുടങ്ങി. നടാഷ ഹാർമൺ വഴി അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാമെന്നാണ് അവർ കരുതിയത്. പക്ഷേ ഇപ്പൊ ഇതാ അവർ ആകെ പെട്ടതുപോലെയായി, ഞെട്ടിപ്പോയി തന്നെ പറയാം. അവർ ശത്രുവിനെ പോലെയാണ് യഥാർത്ഥത്തിൽ ഡസൻ റൈസിനെ കണ്ടിരുന്നത്. പക്ഷെ ആ ഡസൻ റൈസ് ഇതാ നടാഷ ഹാർമന്റെ ഹസ്ബൻഡ് ആണെന്ന് അവർ തിരിച്ചറിയുകയാണ്. റോസലിനും കാർലോസും അമ്പരപ്പോടെ അങ്ങനെ ഡസ്റ്റിനെയും നടാഷയും മാറി മാറി നോക്കുന്നുണ്ടെന്നും ആളുകൾ ഓരോരുത്തരായി ഡസ്റ്റിന് അടുത്തേക്ക് വന്നു. അവർ ഡസ്റ്റിനെ അങ്ങ് പരിചയപ്പെടുകയാണ്. സർ, ഞാൻ തോമസ് സ്റ്റാൻലി, ഞാൻ സ്റ്റാൻലി ബാങ്കിന്റെ ഉടമയാണ്. ഏറ്റവും പ്രമുഖരായ വ്യക്തികളാണ് ആ ഹാളിലുള്ള ആളുകളൊക്കെയും. അവർ ഓരോരുത്തരായിട്ട് വന്ന് നടാഷ ഹാർമന്റെ ഹസ്ബൻഡ് ഡസൻ റൈസിനോട് അവരെ പരിചയപ്പെടുത്തി തുടങ്ങി. ശരിക്കും ഡസനെ വന്ന് പരിചയപ്പെടാൻ ആളുകൾക്കൊക്കെ വല്ലാത്ത തിരക്ക്. ബാങ്കുകളുടെ ചെയർമാൻമാർ, വിവിധ ഫാക്ടറികളുടെ ഉടമകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉടമകൾ, വലിയ മർച്ചന്റ് അസോസിയേഷന്റെ തലപ്പത്തുള്ള ആളുകൾ, അങ്ങനെ പലരും അവിടെ ഉണ്ട്. അവരൊക്കെ വന്ന് ഡസ്റ്റിനെ പരിചയപ്പെടുകയാണ്. ഈ കാഴ്ച ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയാണ് റോസലിനും അതുപോലെ കാർലോസും. ഒരു അക്ഷരം പോലും മിണ്ടാനാകാതെ രണ്ടുപേരും അത് തന്നെ നോക്കിയിരിക്കുകയാണ്. റോസലിനും അതുപോലെ കാർലോസും തികച്ചും പെട്ടതുപോലെയായി. നടാഷ ഹാർമന്റെ സഹായം തേടിയാണ് അവരവിടെ എത്തിയത്. ഇപ്പോ ആ നടാഷ ഡസൻ റൈസിന്റെ ഭാര്യയാണെന്നുള്ള ഒരു ഇൻഫർമേഷൻ ആണ് അവർക്ക് ലഭിക്കുന്നത്. ഈ ഡസ്റ്റിന് എങ്ങനെ നടാഷയെ പോലെ ഒരാളെ സ്വന്തമാക്കാൻ പറ്റി? എത്ര ആലോചിച്ചിട്ടും റോസലിനും അതുപോലെ കാർലോസിനും അതിനാണ് ഉത്തരം കിട്ടാത്തത്. കാർലോസ് ഡസ്റ്റിനേക്കാൾ പൊക്കമുള്ള, ഭംഗിയുള്ള, സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ള വ്യക്തിയാണ്. ഡസ്റ്റിൻ കാണാൻ കൊള്ളാം എന്നുള്ളത് മാത്രമാണ് ഡസ്റ്റിനുള്ള ഏക പ്രത്യേകത. അതല്ലാതെ ഡസ്റ്റിനെ ആർക്കറിയാം? ഡസ്റ്റിന് എന്ത് ബാക്ക്ഗ്രൗണ്ടാണ് ഉള്ളത്? ആ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ റോസലിനും അതുപോലെ കാർലോസിനും ശരിക്കും വിഷമം വരികയാണ്. അവരുടെ അടുത്ത് നിന്ന് നടാഷയും ഡസ്റ്റിനും മുന്നോട്ട് നടന്നു. ആ ഹാളിൽ പല ഭാഗത്തായി ഇരിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് നടാഷ ഡസ്റ്റിനെ കൊണ്ടുവരുമ്പോൾ ആളുകൾ എണീറ്റ് നടാഷയും ഡസ്റ്റിനെയും ഒരുപോലെ പരിചയപ്പെടുകയാണ്. നടാഷയുടെ സാന്നിധ്യത്തിൽ ഡസ്റ്റിനെ അടിച്ചു പുകഴ്ത്താൻ അവർ ആ അവസരം വിനിയോഗിക്കുകയാണ്. ഈ സമയത്താണ് ഹാളിന്റെ വാതിൽക്കൽ ഒരു അനക്കം ഉണ്ടായത്. ഒരു ടീം അകത്തേക്ക് കടന്നു വരികയാണ്. ആ ടീമിന്റെ മുന്നിൽ വരുന്ന ആളെ കണ്ടതും നടാഷയുടെ മുഖം ഒന്ന് മങ്ങി. നടാഷയുടെ മുഖം മങ്ങുന്നത് ഡസൻ റൈസും കണ്ടു. ഡസൻ നടാഷയുടെ മുഖത്തൊന്ന് നോക്കിയിട്ട് നടാഷയുടെ കണ്ണുകൾ പതിഞ്ഞിരിക്കുന്ന ഭാഗത്തേക്ക് തല തിരിച്ചപ്പോൾ ഡസനും ആ കാഴ്ച കണ്ടു. ഒരു ടീം അകത്തേക്ക് കയറി വരികയാണ്. ആ ടീമിന്റെ മുന്നിൽ നടക്കുന്ന ആളിലാണ്
നടാഷയുടെ കണ്ണുകൾ ഉടക്കി നിൽക്കുന്നത്. നടാഷയെ കണ്ടതും ആ ടീം ലീഡർ ഉറക്കെ നടാഷയെ അഭിസംബോധന ചെയ്യുകയാണ്. ഏയ് നടാഷ! അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ അവർക്കരികിലേക്ക് നടന്നു വരികയാണ്. അയാളെ കണ്ടതും പല ആളുകളും ചാടി എണീറ്റ് അയാളോട് ബഹുമാനം കാണിച്ചു തുടങ്ങി. ഈ കാഴ്ച റോസലിനും അതുപോലെ കാർലോസും കണ്ടു. റോസലിൻ കാർലോസിനെ ചോദിച്ചു, ഏയ് ബ്രദർ, ആരാത്? ഹേയ് റോസലിൻ, അത് ഇയാനാണ്, ഇയാൻ ബൈറന്റ്. ബൈറന്റ് കുടുംബം റോയൽ കുടുംബമാണ്. സ്റ്റോണിയിൽ 8 പ്രമുഖ കുടുംബങ്ങൾ ഉള്ളതിൽ 4 ലോവർ ലെവലും 4 ടോപ്പ് ലെവലുമാണ്. ആ ടോപ്പ് ലെവലുള്ള 4 നമ്പർ 1 ലാങ്ഫോർഡ് കുടുംബമാണ്. ലോവർ ലെവൽ 4 കുടുംബത്തിൽ നമ്പർ 1 ടോർബി കുടുംബമാണ്. ഈ 8 കുടുംബത്തിന് മുകളിലാണ് റോയൽ കുടുംബങ്ങൾ. ആ റോയൽ കുടുംബങ്ങളിൽ ഒന്നാണ് ബൈറന്റ് കുടുംബം. ബൈറന്റ് കുടുംബത്തിലെ ഇയാൻ ബൈറന്റ് ആണ് അവിടെ എത്തിയിരിക്കുന്നത്. ഇയാൻ ബൈറന്റിനെ കുറിച്ച് റോസലിനോടായി കാർലോസ് പറഞ്ഞു, ഈ ഇയാൻ ആർമിയിൽ ഉദ്യോഗസ്ഥനാണ്, 4th ഗ്രേഡ് ജനറലാണ്. സ്റ്റോണിയിലെ രാജകുടുംബങ്ങളിൽ ഒന്നാണ് സ്പാനർ കുടുംബം. സ്പാനർ കുടുംബത്തിലെ സ്കാർലറ്റ് സ്പാനറും ആദർ സ്പാനറും ഒക്കെ നമ്പർ 1 ഗ്രേഡ് പട്ടാള ഉദ്യോഗസ്ഥരാണ്. സ്പാനർ കുടുംബം പോലെയുള്ള ഒരു രാജകുടുംബമാണ് ബൈറന്റ് കുടുംബം. ബൈറന്റ് കുടുംബത്തിലെ ഇയാൻ 4th ഗ്രേഡ് ജനറൽ ആണെന്ന് അർത്ഥം. ആ ഇൻഫർമേഷൻ ഒക്കെ റോസലിനോട് കാർലോസ് പറഞ്ഞതും കാർലോസിനായി റോസലിൻ പറഞ്ഞു, ബ്രദർ, നമുക്ക് ഇയാളുമായി അടുപ്പുണ്ടാക്കാൻ പറ്റുമോ? അങ്ങനെ റോസലിൻ ചോദിക്കുമ്പോഴേക്കും നടാഷയുടെ അടുത്തോട്ട് നടന്നു വരികയായിരുന്ന ഇയാൻ ബൈറന്റ് ദൂരെ നിന്ന് തന്നെ ആ കാഴ്ച കണ്ടിരുന്നു. നടാഷ ഹാർമൺ ഒരു ചെറുപ്പക്കാരന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നതും ആ ചെറുപ്പക്കാരനെ ആളുകൾക്ക് പരിചയപ്പെടുത്തുന്നതും. സുമുഖനായ ചെറുപ്പക്കാരനോട് ചേർന്ന് നിൽക്കുന്ന നടാഷയെ കണ്ടുകൊണ്ടാണ് ഇയാൻ നടാഷയുടെ അടുത്തേക്ക് വന്നത്. നടാഷയുടെ അടുത്തെത്തിയ ഇയാൻ നടാഷയോട് ചോദിച്ചു, ഏയ് നടാഷ, ആരാ ഇയാൾ? ഇയാൻ, ഇതെന്റെ ഹസ്ബൻഡാണ്. ഹസ്ബൻഡോ? ഏയ് നടാഷ, നീ അതിന് മാരീഡ് അല്ലല്ലോ? ആ, മാരീഡ് അല്ല, പക്ഷെ ഞാൻ വിവാഹം കഴിക്കാനിരിക്കുന്ന ആളാണ്. ഓ, വിവാഹം കഴിക്കാനിരിക്കുന്ന ആളാണ്. ഏതാ ഇയാളുടെ പേര്? എന്റെ പേര് ഡസൻ റൈസ് എന്നാണ്. ഡസനാണ് മറുപടി പറഞ്ഞത്. മിസ് ഡസൻ, നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇയാൻ അങ്ങനെ ചോദിച്ചതും ഡസൻ ഇയാനോട് പറഞ്ഞു, ഞാൻ ആരെന്നൊക്കെ നിങ്ങളോട് പറയേണ്ട കാര്യം എനിക്കില്ല. നിങ്ങളുടെ കാര്യം നോക്ക്. പെട്ടെന്നുള്ള ഡസൻ റൈസിന്റെ ആ മറുപടി ആ ഹാളിനകത്ത് ശരിക്കും ഒരു ഞെട്ടലുണ്ടാക്കിയെന്ന് പറയാം. ഇയാൻ ബൈറന്റ് ലേശം ദേഷ്യക്കാരനാണെന്ന് അറിയുന്ന ആളുകളാണ് അവിടെ ഇരിക്കുന്നവരിൽ പലരും. അതുകൊണ്ടാണ് ഡസന്റെ മറുപടി അവിടെ ഒരു ഞെട്ടലുണ്ടാക്കിയത്. നടാഷയുടെ ബോയ് ഫ്രണ്ടിന് ഈ ഇയാൻ ആരെന്ന് മനസ്സിലായില്ലേ? ആ ഒരു ചോദ്യം എല്ലാവരുടെ മനസ്സിലുണ്ട്. ഹേയ് ചെറുപ്പക്കാര, എന്താ അങ്ങനെ പറയുന്നത്? ആരാണെന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയണ്ടേ? ഞാൻ ആരെന്ന് അറിയാവോ? നിങ്ങൾ ആരാണെങ്കിലും എനിക്കെന്താ? ഡസന്റെ തിരിച്ചുള്ള ചോദ്യം കേട്ടതും ഇയാൻ ചിരിച്ചുകൊണ്ട് ഡസനോട് പറഞ്ഞു, മിസ്റ്റർ, എന്റെ പേര് ഇയാൻ ബൈറന്റ് എന്നാ. ഞാൻ ആർമിയിലെ ഒരു 4th ഗ്രേഡ് ഓഫീസറാണ്. കേട്ടപ്പോ ഭയം തോന്നുന്നു അല്ലേ? ഭയമോ? എനിക്കോ? എന്തിന്? അല്ല, ഞാൻ ആർമിയിലെ 4th ഗ്രേഡ് ഓഫീസറാണ്, പിന്നെ ബൈറൻ കുടുംബത്തിൽ അംഗമാണ്. സോ വാട്ട്? നിങ്ങള് ആർമിയിലെ 4th ഗ്രേഡോ 1st ഗ്രേഡോ എന്തോ ആവട്ടെ, ബൈറന്റെ അല്ല ഏത് കുടുംബത്തിലെ ആളോ ആവട്ടെ, അതിന് എനിക്കെന്താ? ഡസിന്റെ ആ എടുത്തടിച്ചുള്ള ചോദ്യവും ഉത്തരവും ശരിക്കും കാണികളിൽ വല്ലാത്തൊരു അമ്പരപ്പുണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഡസിന്റെ ആ മറുപടി കാർലോസിന്റെയും റോസലിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടാക്കി. അവർ ആഗ്രഹിച്ചതുപോലെ ഡസൻ റൈസിനെ നേരിടാൻ പറ്റിയ ഒരു എതിരാളിയെ ഇതാ അവർക്ക് കിട്ടുകയാണ്. ഇയാനും ഡസനും തമ്മിലുള്ള ആ സംഭാഷണത്തിന്റെ ഹേതു നടാഷയാണെന്ന് വ്യക്തമാണ്. നടാഷയെ നേടാൻ വേണ്ടി രണ്ടുപേരും അവരുടെ ഈഗോയുടെ ബേസിൽ സംസാരിക്കുന്നതാണെന്ന് അത് കേൾക്കുന്ന ആർക്കും അറിയാം. ഈ അവസരം ഉപയോഗിച്ചാൽ ഇയാനെ ഡസനെതിരാക്കാം. അങ്ങനെ ചിന്തിച്ചതും റോസലിനും കാർലോസും അവരുടെ സീറ്റിൽ നിന്ന് എണീറ്റു. അവർ പതുക്കെ നടാഷയും ഡസനും നിൽക്കുന്ന ഭാഗത്തേക്ക് നടന്നു തുടങ്ങി. ഈ സമയത്ത് നടാഷ ഒന്ന് നോക്കിയിട്ട് ഇയാൻ ഡസനോട് പറഞ്ഞു, മിസ്റ്റർ, നിങ്ങൾ ഇവിടുത്തെ കാരനല്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ഈ ബൈറൻ കുടുംബത്തെ കുറിച്ച് അറിയാതെ പോയത്. ഞങ്ങളുടെ ഒരു റോയൽ ഫാമിലിയാണ്. നിങ്ങൾ റോയൽ ഫാമിലി ആണെങ്കിൽ എനിക്കെന്ത് വേണം സുഹൃത്തെ? നിങ്ങൾ ആരുമാകട്ടെ, നിങ്ങളും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഏയ് മിസ്റ്റർ, നിങ്ങളെന്തിനാ നടാഷയുടെ അടുത്ത് ഇരിക്കുന്നത്? ഇയാന്റെ ചോദ്യം കേട്ടതും നടാഷ ഇയാനോട് പറഞ്ഞു, മിസ്റ്റർ ഇയാൻ, ഞാൻ ആദ്യമേ പറഞ്ഞു ഇതെന്റെ ഹസ്ബൻഡ് ആണെന്ന്. എന്നിട്ടും നിങ്ങൾ എന്തിനാ അങ്ങനെ ചോദിക്കുന്നത്? ഏയ് നടാഷ, നിന്നെ പോലെ സുന്ദരിയും ബുദ്ധിമതിയുമായ ഒരാൾ ഇവനെ പോലെ ഒരാളുടെ അടുത്ത് ഇങ്ങനെ ഒട്ടു നിൽക്കുന്നത് ശരിയല്ല. നിനക്ക് പറ്റിയത് ഞാനാണ്. ഇയാൻ അത് പറഞ്ഞതും ഡസൻ ഇയാനോട് പറഞ്ഞു, ഏയ് ഇനി ഈ ശൈലിയിൽ നീ സംസാരിച്ചാൽ നിന്റെ കൈയും കാലും ഞാൻ തല്ലി ഓടിക്കും. ഡ്രാഗൺ മാർഷിന്റെ ആർമിയിലെ 4th ലെവൽ ഓഫീസറായ ഇയാൻ ബൈറന്റിനോട് ഡസൻ റൈസ് പറഞ്ഞ ആ വാക്കുകൾ കേട്ട ആ ഹാളിലുള്ള മുഴുവൻ ആളുകളും ശരിക്കും എന്ത് പറയണമെന്നറിയാതെ ഡസനെയും ഇയാനെയും മാറി മാറി നോക്കുകയാണ്. ബൈറൻ കുടുംബം രാജകുടുംബമാണെന്ന് അയാൾ തന്നെ ഡസനോട് പറഞ്ഞിട്ടും ഡസൻ ആ ശൈലിയിൽ സംസാരിച്ചതിന്റെ യുക്തി ആർക്കും കൊണ്ട് മനസ്സിലാകുന്നില്ല. യങ്മാൻ, നിന്റെ ഈ സംഭാഷണം ശരിക്കും കടന്നുപോയി.
നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ ഇടുപ്പിൽ നിന്ന് തോക്ക് വലിച്ചൂരി. അയാൾ തോക്ക് വലിച്ചൂരി ഡസ്റ്റിന് നേരെ നീട്ടിയതും നടാഷ ഡസ്റ്റിന് മുന്നിലേക്ക് കയറി നിന്നു. മിസ്റ്റർ ഇയാൻ, ഇത് പറ്റത്തില്ല. നിങ്ങൾ ഈ ശൈലിയിൽ പെരുമാറാൻ പാടില്ല. നടാഷ, പ്ലീസ് മാറി നിൽക്ക്. ഞാൻ പുരുഷന്മാർ തമ്മിൽ ഏറ്റുമുട്ടപ്പോൾ അതിനിടയിൽ സ്ത്രീകൾ കയറി നിൽക്കുന്നത് ശരിയല്ല. അത് കേട്ടതും ഡസ്റ്റിൻ റൈസ് നടാഷയോട് പറഞ്ഞു, ഏയ് നടാഷ, മാറി നിൽക്ക്, ഞാൻ നോക്കിക്കോളാം. ഡസ്റ്റിൻ, അത് വേണോ? ഏയ് നടാഷ, നിനക്കെന്താ ഭയമുണ്ടോ? എനിക്കെന്തെങ്കിലും പറ്റുമെന്ന്? ഏയ് ഡസ്റ്റിൻ, എനിക്ക് ആ ഭയമൊന്നുമില്ല. അല്ല, ഇയാന്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്കൊരു ഭയമുണ്ട്. ഡസ്റ്റിൻ റൈസ് കൈവച്ചാൽ ഇയാൻ അവസാനിച്ചു എന്ന് നടാഷയ്ക്ക് അറിയാം. ഡസ്റ്റിന്റെ കപ്പാസിറ്റിയെ കുറിച്ച് നടാഷയ്ക്ക് നല്ല ധാരണയാണ്. നടാഷയുടെ ഭയം അവിടെയല്ല. ഇയാൻ ബൈറന്റെ കുടുംബത്തിലെ അംഗമാണ്. റോയൽ ഫാമിലിയായ ബൈറന്റിലെ ഇയാനെ ഡസ്റ്റിൻ എന്തെങ്കിലും ചെയ്താൽ അത് ബൈറന്റ് കുടുംബത്തിന്റെ എതിർപ്പ് വിളിച്ചു വരുത്തും. അത് ചിലപ്പോൾ ഡസ്റ്റിന് ദോഷം വരും. ആ കാര്യം മനസ്സിലുള്ളത് കൊണ്ടാണ് നടാഷ ഡസ്റ്റിനെ തടയാൻ ശ്രമിച്ചത്. ഡസ്റ്റിൻ നടാഷയോട് പറഞ്ഞു, നടാഷ, അയാൾ ഇനിഷ്യേറ്റീവ് എടുക്കാതെ ഞാൻ അയാളെ ഒന്നും ചെയ്യില്ല. അയാൾ അതിര് കടന്നാൽ അടി വാങ്ങിക്കും എന്നേ ഉള്ളൂ. അങ്ങനെ ശബ്ദം താഴ്ത്തി ഡസ്റ്റിൻ നടാഷയോട് സംസാരിക്കുന്നത് സ്വാഭാവികമായും ഇയാന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇയാൻ ഡസ്റ്റിനോട് ചോദിച്ചു, ഏയ്, എന്താണെന്ന് കുശൂഷിക്കുന്നത്? ധൈര്യമുണ്ടെങ്കിൽ അതിനോട് ഏറ്റുമുട്ടണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ അയാളുടെ തോക്ക് അരയിലേക്ക് തിരിച്ചു വെച്ചു. അതിനുശേഷം അയാൾ രണ്ട് കൈയും ആകാശത്തേക്ക് ഒന്ന് പോക്കി രണ്ട് വശത്തേക്കൊക്കെ നിൽക്കുകയാണ്. ഒരു എക്സസൈസ് മോഡലിൽ ബോഡി ഒന്ന് വാമപ്പ് ചെയ്യുകയാണ്. അയാൾക്ക് അയാളുടെ കൈകൾ മതി ഡസ്റ്റിനെ നേരിടാൻ എന്ന് വ്യക്തം. അത് കണ്ടതും ഡസ്റ്റിൻ നടാഷയുടെ അടുത്തുനിന്ന് അയാളുടെ മുന്നിലേക്ക് നീങ്ങി. ഈ കാഴ്ച ആ ഹാളിലെ മുഴുവൻ ആളുകളും കാണുന്നുണ്ട്. സകലരും അവരുടെ സീറ്റുകളിൽ നിന്നിട്ട് രണ്ട് ഭാഗത്തോട്ടായി അങ്ങ് മാറി. യുണൈറ്റഡ് ഫാർമസ്യൂട്ടിക്കൽസിന്റെ ഒരു പ്രധാന ചടങ്ങിൽ പങ്കെടുക്കാമെന്ന ആളുകൾ ഇതാ ഒരു സ്റ്റണ്ട് കാണാൻ പോവുകയാണ്. സ്റ്റണ്ടിൽ ഒരു ഭാഗത്ത് ബൈറൻ കുടുംബത്തിലെ ഇയാനും മറുഭാഗത്ത് യുണൈറ്റഡ് ഫാർമസ്യൂട്ടിക്കൽസിന്റെ ഹെഡ് നടാഷയുടെ ബോയ് ഫ്രണ്ട് ഡസ്റ്റിൻ റൈസുമാണ്. ഒരു അടിപൊളി ഗോസിപ്പിനുള്ള വിഷയമാണ് ആ കൂടിയിരിക്കുന്ന ആളുകൾക്ക് മുഴുവൻ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകളുടെ മുഖത്ത് ഒരു കൗതുകവും അമ്പരപ്പൊക്കെ ഉണ്ട്. പക്ഷെ റിസൾട്ട് എന്തായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. ഇയാൻ ബൈറന്റ് ഒറ്റയിടിക്ക് ഡസ്റ്റിനെ നിലപരിശാക്കും. സകലർക്കും ആ റിസൾട്ട് അറിയാവുന്നത് കൊണ്ട് എല്ലാവരും അങ്ങോട്ട് നോക്കി നിൽക്കുമ്പോൾ ഇയാൻ ഡസ്റ്റിനോട് പറഞ്ഞു, ഡോ, നിന്നെ തല്ലണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല. നിനക്ക് ഇപ്പോഴും രക്ഷപ്പെടാൻ ഒരു അവസരമുണ്ട്. നീ ഇപ്പോ എന്റെ മുന്നിൽ മുട്ടുകുത്തി മാപ്പ് പറയണം. അതിനുശേഷം ആ പെൺകുട്ടിയെ എനിക്ക് വിട്ടുതരണം. ഡസ്റ്റിനോടുള്ള ഇയാന്റെ ഡയലോഗ് കേട്ടതും ഡസ്റ്റിൻ ഇയാനോട് പറഞ്ഞു, ഡേ, എനിക്ക് സംസാരിച്ചിരിക്കാൻ സമയമില്ല. ഞാൻ ശരിക്കും തിരക്കുള്ള മനുഷ്യനാണ്. നിനക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ വേഗം വാ. ഡസ്റ്റിൻ റൈസിന്റെ കൂളായിട്ടുള്ള മറുപടി ആൾക്കൂട്ടത്തിനിടയിൽ ഒരു ഓളം ഉണ്ടാക്കുന്നുണ്ട്. ഇവന് അടിയും തടയുന്നു അറിയില്ലെങ്കിലും വാ കൊണ്ടുള്ള അടിക്ക് ഇവൻ ആള് മിടുക്കനാണ്. എന്തൊരു ഫൈറ്റാ അവൻ വാ കൊണ്ട് നടത്തുന്നത്. അങ്ങനെ ഓരോരുത്തരും അടക്കം പറയുമ്പോഴേക്കും ഇയാൻ ഡസ്റ്റിന് മുന്നിലേക്ക് പതുക്കെ നടന്നു വരികയാണ്. ഡസ്റ്റിന് ഏകദേശം ഒരു 5 അടി മുന്നിലെത്തി അയാൾ ഡസ്റ്റിനോട് പറഞ്ഞു, നോക്ക്, എന്റെ ഈ ഒരടി താങ്ങാൻ നിനക്ക് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടും. അങ്ങനെ പറഞ്ഞിട്ട് നിന്ന സ്ഥലത്ത് നിന്ന് അയാളൊന്ന് കുതിച്ചു. ശരിക്കും ആകാശത്തേക്ക് ചാടി ഉയർന്ന് അയാൾ ഒരൊറ്റ ഇടി. ഡസ്റ്റിനും ഇയാനും തമ്മിൽ 5 അടി അകലം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മുന്നോട്ട് കുതിച്ച ഉടൻ തന്നെ ഇയാന്റെ കൈ ഡസ്റ്റിന്റെ നെഞ്ചിന് നേരെ വന്നു. അതിശക്തമായി ഡസ്റ്റിന്റെ നെഞ്ചിലേക്ക് ഇടിച്ച ഇയാന്റെ കൈ ഡസ്റ്റിൻ ഇടത് കൈ കൊണ്ട് ഒന്ന് തടുത്തു. ശരിക്കും കൂളായിട്ടാണ് ഡസ്റ്റിൻ ഇടത് കൈ കൊണ്ട് തടുത്തത്. ഡസ്റ്റിന് ഇടത് കൈ കൊണ്ട് അയാളുടെ വലത് മുഷ്ടിയെ ഒന്ന് തടുത്തതും ഇയാൻ ഏതാനും അടി പുറകോട്ടങ്ങ് മാറി. ഡസ്റ്റിന് ഇടത് കൈ കൊണ്ട് തടുക്കാനായി കൈ മുന്നോട്ട് കൊണ്ടുവന്നപ്പോൾ ഒരു ഫോഴ്സ് കൂടി ആ കൈക്കൊപ്പം ഉണ്ടായെന്ന് വ്യക്തമാണ്. ആ ഫോഴ്സിലാണ് ഇയാൻ പുറകോട്ട് മാറ്റപ്പെട്ടത്. ഏതാനും അടി പുറകിലേക്ക് ഇയാൻ മാറുമ്പോൾ ആ ഹാളിനകത്തുനിന്ന് ഒരു വല്ലാത്ത ആരവം ഉണ്ടാവുകയാണ്. ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. ഡസ്റ്റിൻ റൈസിനെ ഇയാൻ ഇടിക്കുമ്പോൾ സ്വാഭാവികമായും ഡസ്റ്റിൻ ദൂരേക്ക് തെറിച്ചു വീഴുമെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ ആളുകൾ കണ്ടത് ഇയാൻ പുറകോട്ട് നീങ്ങുന്ന കാഴ്ചയാണ്. ഇയാനും ഒരു അമ്പരപ്പുണ്ട്. ഇയാന്റെ കപ്പാസിറ്റിയുടെ 50% മാത്രമേ ആ പഞ്ചിൽ കൊടുത്തുള്ളായിരുന്നു. അത് മതിയാകുമെന്നാണ് അയാൾ കരുതിയത്. പക്ഷെ അയാൾ അമ്പരപ്പിച്ചുകൊണ്ട് ഡസ്റ്റിൻ റൈസ് അയാളെ തടുത്തിരിക്കുകയാണ്. ഏതാനും സ്റ്റെപ്പ് പുറകോട്ട് മാറിക്കഴിഞ്ഞ ഇയാൻ ഡസ്റ്റിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് ഡസ്റ്റിനോട് പറഞ്ഞു, ഓഹോ, നിനക്ക് ഡിഫെൻഡ് ചെയ്യാനൊക്കെ അറിയാമല്ലേ? കൊള്ളാം, ഓക്കെ, എന്നാൽ നമുക്ക് ശരിക്കുള്ള ഫൈറ്റ് ആരംഭിക്കാം. അത് പറഞ്ഞിട്ട് ഇയാൻ കൈയൊക്കെ ഒന്നുകൂടെ വിടർത്തുകയാണ്. എല്ലാവരും ഒന്ന് നോക്കിയിട്ട് അയാൾ ഉറക്കെ പറഞ്ഞു, ഞാനേ ഇവനെ ഒന്ന് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഇവൻ അല്പം ഡിഫൻസ് ഒക്കെ പഠിച്ച വ്യക്തിയാണ്. അവൻ അത് ഒളിച്ചു വെച്ചിട്ടാ നമ്മളോട് സംസാരിച്ചത്. അങ്ങനെ പറഞ്ഞതിന് ശേഷം അയാൾ വീണ്ടും മുന്നോട്ടൊന്ന് കുതിച്ചു. ശരിക്കും അതിവേഗതയിലാണ് ഇപ്പോ ഇയാൻ മുന്നോട്ട് കുതിച്ചത്. ഒരു ആർമി ഉദ്യോഗസ്ഥന്റെ എല്ലാ അടുക്കും ചിട്ടയും ആ കുതിപ്പിനകത്ത് കാണാം.
1, 2, 3 എന്ന് പറയുന്ന വേഗതയിൽ അയാൾ മുന്നോട്ട് കുതിക്കുകയും ചാടി ഉയരുകയും ശരിക്കും നല്ല പൊക്കത്തിൽ നിന്ന് ഡസ്റ്റിനെ ആഞ്ഞിടിക്കുകയും ചെയ്തു. നേരത്തെ ഇയാൻ 50% ശക്തിയാണ് ഉപയോഗിച്ചെങ്കിൽ ഇപ്പോൾ അയാൾ അയാളുടെ ഫുൾ ശക്തി എടുത്ത് ഉപയോഗിക്കുകയാണ്. ആകാശത്തേക്ക് ചാടി ഉയർന്ന ഡസൻ റൈസിന്റെ നേരെ ആഞ്ഞിടിച്ച ഇയാന്റെ കയ്യിൽ ഡസൻ അങ്ങ് പിടിച്ചു. ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ച ആളുകൾ തുടർന്ന് കാണുകയാണ്. ഡസൻ നേരെ ആഞ്ഞിടിച്ച ആ കൈയിലേക്ക് ഡസൻ പിടിച്ചു എന്ന് മാത്രമല്ല, പിടിച്ചൊരു ഒറ്റയേറി. ഡസൻ റൈസിന്റെ നേരെ പാഞ്ഞു വന്ന ഇയാൻ ആകാശത്തിലൂടെ പറന്ന് മേശകൾക്ക് മുകളിലൂടെ വൻ ശബ്ദത്തോടുകൂടി ആ ഇടനാഴിയിൽ വന്നങ്ങനെ വീണു. ആ ഹാളിന്റെ നടുക്കൂടിയുള്ള ആ നടപ്പാതയിലാണ് ഇപ്പോ ഇയാൻ വന്ന് വീണത്. അതും ഒരു വൻ ശബ്ദത്തോടു കൂടി. തറയിലേക്ക് വീണ ഇയാന്റെ ചുറ്റുമായി രക്തം പതുക്കെ പടർന്നു തുടങ്ങി. അയാളുടെ വായിന്ന് രക്തം വന്നതാണ്. റോസലിനും കാർലോസും എന്ത് ചെയ്യണമെന്നറിയാതെ ശരിക്കും ഞെട്ടിപ്പോയ നിമിഷം. ആ ഹാളിൽ ഏറ്റവും അധികം ഞെട്ടിയിരിക്കുന്നത് അവർ രണ്ടുപേരുമാണ്. അവരുടെ പ്രതീക്ഷയായിരുന്നു ഇയാൻ. ആ ഇയാനെയാണ് ഡസൻ ഒരു കൈ കൊണ്ട് വലിച്ച് തറയിലടിക്കും പോലെ ദൂരേക്ക് എറിഞ്ഞത്. ഈ ഡസ്റ്റിന് അല്പസ്വല്പം അടിയും തടയൊക്കെ അറിയാം. അങ്ങനെ ഒരു തോന്നൽ ആ കാഴ്ച റോസലിനും അതുപോലെ കാർലോസിനും ഉണ്ടാക്കുകയാണ്. അവർ അമ്പരപ്പോടെ ഡസ്റ്റിനെ ഒന്ന് നോക്കിയിട്ട് ഓടി ഇയാന്റെ അടുത്തെത്തി. മാസ്റ്റർ ഇയാൻ എണീക്ക്. റോസലിനും കാർലോസും അങ്ങനെ പറയുമ്പോഴേക്കും ഇയാൻ ഒരു പരുവത്തിൽ ആ തറയിൽ നിന്ന് എണീക്കുകയാണ്. അയാളുടെ മുഖത്ത് ശരിക്കും അപമാനിക്കപ്പെട്ടതിന്റെ ഒരു ഭാവമുണ്ട്. സ്റ്റോഡിയിലെ പ്രമുഖമായ പല ബിസിനസ്സുകളും കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ ഒരു കൂട്ടമാണ് അവിടെ ഉള്ളത്. പ്രമുഖന്മാരാണ് എല്ലാവരും. അവരുടെ സാന്നിധ്യത്തിൽ അയാൾ ഈ ശൈലിയിൽ അപമാനിക്കപ്പെട്ടതിൽ ഇയാൻ ശരിക്കും വിഷമമുണ്ട്, ദേഷ്യമുണ്ട്. ഇയാൻ പെട്ടെന്ന് തോക്ക് വലിച്ചെടുത്തു എന്ന് മാത്രമല്ല, അടുത്ത നിമിഷത്തിൽ അയാൾ ഡസ്റ്റിനെ നിറയൊഴിക്കുകയും ചെയ്തു. ശരിക്കും ഭ്രാന്ത് വന്ന പോലെയാണ് അയാൾ ഡസ്റ്റിനെ നിറയൊഴിച്ചത്. കണ്ണടച്ച് തുറക്കുമ്പോൾ അയാളുടെ തോക്കിൽ നിന്ന് വെടിയുണ്ടയിൽ ചീറി പാഞ്ഞു തുടങ്ങി. പക്ഷെ അടുത്ത നിമിഷത്തിൽ ശരിക്കും ഇയാൻ ഞെട്ടിയെന്ന് തന്നെ പറയാം. ഇയാന്റെ തോക്കിന്റെ തൊട്ടു മുന്നിൽ ഡസൻ നിൽക്കുകയാണ്. ഡസന് നേരെ അയാൾ വെടി ഉതിർക്കുന്ന സമയത്ത് അയാളും ഡസനും തമ്മിൽ 15 അടിയുടെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. 3 തവണ ഡസ്റ്റിനെ അയാൾ വെടിവെച്ചു. ആ വെടിയുണ്ടകളിൽ നിന്ന് ഒഴിഞ്ഞ ഡസ്റ്റിൻ അതിവേഗമാണ് ഇയാന്റെ മുന്നിലെത്തിയത്. ഇയാന്റെ തൊട്ട് മുന്നിൽ ഒരു മതിൽ പോലെ ഡസൻ റൈസ് അങ്ങനെ നിൽക്കുകയാണ്. ശരിക്കും ഈ നിമിഷത്തിൽ ഇയാൻ ഒന്ന് ഭയന്നു എന്ന് തന്നെ പറയാം. അവന്റെ കയ്യിരിക്കുന്ന തോക്കിലേക്കും മുന്നിൽ നിൽക്കുന്ന ഡസ്റ്റിലേക്കും നോക്കുകയാണ്. ശരിക്കും അവന് ട്രിഗറിൽ വിരൽ അമർത്തണമെന്നുണ്ട്. പക്ഷേ അവനോട് പറ്റുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ ഡസ്റ്റിന്റെ മുഖത്തേക്ക് നോക്കുമ്പോഴേക്കും അവന്റെ ആ തോക്കിരുന്ന കൈ ഡസൻ ഒന്ന് പിടിച്ചു. സകല ആളുകൾ നോക്കി നിൽക്കേ ഡസൻ അവന്റെ വലത് കൈ ഒന്ന് പിടിച്ച് കറക്കി. കിളിങ്ങുന്ന സൗണ്ടോടുകൂടി അവന്റെ വലത് കൈ ഒടിയുന്നത് സകലർക്കും കാണാം. ആ ശബ്ദം കൃത്യമായി കേൾക്കുകയാണ്. അതിനേക്കാൾ ഏറെ ഉപരിയായി ഇയാന്റെ അലറിയുള്ള കരച്ചിലും കേൾക്കാം. ശരിക്കും അയാൾ കരഞ്ഞു പോവുകയായിരുന്നു. ആർമിയിലെ 4th ഗ്രേഡ് ഉദ്യോഗസ്ഥനാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വേദന തന്നെയാണ്. തന്റെ കൈ പിടിച്ചൊടിക്കുന്ന ഡസ്റ്റിനോടായി കരഞ്ഞുകൊണ്ട് തന്നെ ഇയാൻ പറഞ്ഞു, നീ എന്താ ചെയ്യുന്നത് അറിയാവോ, ഞാൻ ആരെന്നറിയാവോ? അങ്ങനെ ഇയാൻ പറഞ്ഞതും ഡസ്റ്റിന്റെ ആ ഫ്രീ ഹാൻഡ് ഉപയോഗിച്ച് ഡസ്റ്റിൻ ഒരൊറ്റ ഇടി ഇയാന്റെ വയറ്റിലേക്ക് അതിശക്തമായിട്ടാണ് ഡസ്റ്റിൻ ഇടിച്ചത്. ആ ഇടി ഇയാന്റെ വയറിൽ പതിഞ്ഞതും ഇയാന്റെ വായിൽ നിന്ന് ഒരു കപ്പ് രക്തം പുറത്തേക്ക് വരികയാണ്. പക്ഷെ ആ നിമിഷത്തിലും ഇയാൻ താഴേക്ക് വീണില്ല. കാരണം ഡസ്റ്റിന്റെ ഒരു കൈ ഇയാന്റെ കൈ പിടിച്ചിരിക്കുകയാണ്. ശരിക്കും ഇയാൻ ഒന്ന് വളഞ്ഞു പോവുകയാണ്. ഇപ്പോ ഇയാന്റെ കണ്ണുകൾ ഏതാണ്ട് തള്ളി വന്നതുപോലെയാണ്. അവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. ഡസൻ ഇയാന്റെ ഒടിഞ്ഞ കൈ വിട്ടിട്ട് മറ്റേ കയ്യിൽ നിന്ന് പിടിച്ചു. നിനക്ക് ജീവൻ വേണമെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ ചെയ്യണം. ഡസൻ റൈസ് അത് പറയുമ്പോൾ ഇയാന്റെ ശരീരത്തിൽ ഒരു വിറയൽ അനുഭവപ്പെടുകയാണ്. ഡസൻ ഇയാനോട് പറഞ്ഞു, നീ ആദ്യം മുട്ടുകുത്തി എന്നോടും ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും മാപ്പ് പറയണം. ഇന്നത്തെ ഈ സദസ്സിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് നിന്റെ തെറ്റാണെന്ന് നീ ഏറ്റു പറയണം. അതിനുശേഷം ഒരിക്കൽ പോലും എൻ്റെ ഈ നടാഷയെ ശല്യം ചെയ്യാൻ ഇടവരരുത്. അങ്ങനെ ശല്യം ചെയ്താൽ നിന്നെ ഞാൻ അവസാനിപ്പിക്കും. 3ാമതായിട്ട് എൻ്റെ മനസ്സിനെ ഇന്നത്തെ ഈ പ്രശ്നങ്ങൾ വല്ലാതെ ബാധിച്ചു. അതിന് നീ നഷ്ടപരിഹാരം നൽകണം. ഒരു $100 മില്യൺ നഷ്ടപരിഹാരം എനിക്ക് വേണം. $100 മില്യൺ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് ഡസൻ റൈസ് പറഞ്ഞപ്പോൾ ആ ഹാളിനകത്തുണ്ടായ ഒരു ആവേശം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഡസൻ പറഞ്ഞ 3 കാര്യങ്ങളും നടക്കാത്തവയാണ്. ഡസൻ അത് പറഞ്ഞതും അടുത്ത് നിൽക്കാവുന്ന റോസൽ ഉറക്കെ ഇയാനോട് പറഞ്ഞു, സർ ഇവൻ പറയുന്നത് കേൾക്കണ്ട, ഇവനെ എനിക്കറിയാം, ഇവന്റെ പിന്നിൽ ആരുമില്ല, ഇവൻ വെറുതെ ഷോ കാണിക്കുന്നതാണ്, ഇവൻ നമുക്ക് തീർക്കാം സർ ഞാൻ ആളുകളെ വിളിച്ചിട്ടുണ്ട്. ഈ അടി നടക്കുന്നതിനിടയിൽ തന്നെ കാർലോസ് ബൈറന്റെ കുടുംബത്തിലേക്ക് വിളിച്ച് കാര്യം പറഞ്ഞിരിക്കുകയാണ്. ബൈറന്റെ കുടുംബത്തിലെ ഇയാൻ യുണൈറ്റഡ് ഫാർമസ്യൂട്ടിക്കൽസിന്റെ മീറ്റിംഗ് നടക്കുന്ന ഹാളിൽ വെച്ച്
ആക്രമിക്കപ്പെടുന്നു എന്നുള്ള കാര്യമാണ് കാർലോസ് വിളിച്ച് ബൈറന്റെ കുടുംബത്തിൽ പറഞ്ഞത്. അവിടെ നിന്ന് റീഇൻഫോഴ്സ്മെന്റ് വരും, അത് കാർലോസിന് ഉറപ്പാണ്. കാർലോസ് ആ കാര്യം റോസലിനോട് പറഞ്ഞതുകൊണ്ടാണ് റോസലിൻ ഇയാനോട് അങ്ങനെ പറഞ്ഞത്. റോസലിൻ പറഞ്ഞതും കാർലോസും ആ കാര്യം ഇയാനോട് പറഞ്ഞു. സാർ, ഇവൻ ആരുമല്ല സാർ, ഇവനെ നോക്കേണ്ട കാര്യമില്ല, അവനെ തീർക്കാം സാർ. ഡസൻ റൈസിനോടുള്ള വിരോധം റോസലിനും കാർലോസും അവരുടെ വാക്കുകളിലൂടെ പുറത്ത് പ്രകടിപ്പിക്കുകയാണ്. ഈ കാഴ്ച നടാഷ കണ്ടു. നടാഷ അമ്പരപ്പോടെ റോസലിനെയും അതുപോലെ കാർലോസിനെയും ഒന്ന് നോക്കി. നടാഷയ്ക്ക് പരിചയമില്ലാത്ത രണ്ടാളുകളാണ് ഡസനെതിരെ ശരിക്കും ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്. എന്നാൽ ഈ സമയത്ത് ഇയാൻ വല്ലാത്തൊരു മാനസിക അവസ്ഥയിലാണ്. അവനാകെ പെട്ടു നിൽക്കുകയാണ്. റോസലിനും കാർലോസും പറയുന്ന അനുസരിച്ച് പെരുമാറിയാൽ ഒരു കാര്യം അവിടെ സംഭവിക്കുമെന്ന് ഒരു സംശയം അവനുണ്ട്. ഡസൻ അവനെ കൊല്ലും. ആ സംശയം ഇയാന്റെ മനസ്സിലേക്ക് വന്നതും ഡസൻ ഇയാനോട് പറഞ്ഞു, നീ ഞാൻ പറയുന്നത് ചെയ്യുന്നുവോ അതോ നിന്നെ ഞാൻ ഇല്ലാതാക്കണോ? കേൾക്കേണ്ട താമസം ഇയാൻ മുട്ടുകുത്തി താഴേക്ക് വീണു. മുട്ടുകുത്തി താഴേക്ക് വീണ ഇയാൻ ഉറക്കെ എല്ലാവരോടും പറഞ്ഞു, ക്ഷമിക്കണം, എനിക്ക് തെറ്റുപറ്റിയതാണ്, എല്ലാവരും ക്ഷമിക്കണം. മുട്ടുകുത്തി മാപ്പ് അപേക്ഷിച്ചതിന് ശേഷം എണീറ്റ ഇയാൻ നടാഷയോട് പറഞ്ഞു, മിസ് നടാഷ, ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ ശല്യം ചെയ്യില്ല. അതിനുശേഷം അയാൾ ഡസ്റ്റോടായി പറഞ്ഞു, മിസ്റ്റർ, എനിക്ക് കുറച്ച് സമയം തരണം, പണം സംഘടിപ്പിക്കാൻ എനിക്ക് അല്പം സമയം വേണം. ഓക്കെ, സമയം എടുത്തോളൂ, പക്ഷെ പണം നീ പറയുന്ന സമയത്ത് നീ എനിക്ക് തരുന്നില്ലെങ്കിൽ ഞാൻ നിന്റെ ആ ബൈറന്റെ കുടുംബത്തിലേക്ക് അങ്ങ് വരും. വന്നാൽ നിന്റെ ആ കുടുംബം പിന്നെ ചിലപ്പോൾ ഉണ്ടാവില്ല. ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി ഡസൻ റൈസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്. ഷോണിയിലെ രാജകുടുംബവുമായി ബന്ധമുള്ള കുടുംബങ്ങളെയാണ് ഈ റോയൽ കുടുംബങ്ങൾ എന്ന് പറയുക. ഈ റോയൽ കുടുംബങ്ങളാണ് സകല അധികാരങ്ങളും കൈയാളുന്നത്. അങ്ങനെ സകല അധികാരങ്ങളും കൈയാളുന്ന റോയൽ കുടുംബങ്ങളിൽപ്പെട്ട ഒന്നാണ് ഈ ബൈറന്റെ കുടുംബം. ആ ബൈറന്റെ കുടുംബത്തെ അങ്ങ് തീർത്ത് കളയുമെന്നാണ് ഡസൻ റൈസ് പറയുന്നത്. ഇതാരടാ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുന്ന ഒരാള്? ശരിക്കും ആളുകളുടെ മനസ്സിൽ വല്ലാത്തൊരു ചോദ്യം ഉണ്ടാവുകയാണ്. റോസലിനും കാർലോസും ഒക്കെ ശരിക്കും ഞെട്ടിയെന്ന് തന്നെ പറയാം. അവരാരും ഒരിക്കലും ധരിക്കാതിരുന്ന ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇയാൻ ബൈറന്റ് ശരിക്കും ഒരു പേടി സ്വപ്നമാണ് ആളുകളുടെ മനസ്സിൽ. അയാളാണ് പരസ്യമായി ഇപ്പൊ ഇതാ ക്ഷമ ചോദിക്കുന്നത്. സകലരും അമ്പരന്ന് നിൽക്കുന്നതും ഒരു ടീം അകത്തേക്ക് ഓടി വന്നു. ആ ടീമിനെ കണ്ടതും കാർലോസ് റോസലിനോട് പറഞ്ഞു, റോസലിൻ, നമ്മൾ രക്ഷപ്പെട്ടു, ഇതാ റീഇൻഫോഴ്സ്മെന്റ് എത്തി. ആ മുന്നിൽ വരുന്നത് സർ ലിയം ബൈറന്റ് ആണ്. കാർലോസ് പറഞ്ഞ വാക്കുകൾ ഇയാനും കേട്ടു. ഇയാനും ഞെട്ടി നോക്കുമ്പോൾ ഒരു ടീം അങ്ങോട്ട് വരികയാണ്. ആ ടീമിനെ കണ്ടതും ഇയാന്റെ മുഖത്ത് സന്തോഷമായി. ഇയാൻ ഒരു പരുവത്തിൽ അവിടെ നിന്ന് എണീറ്റ് ഓടി നേരെ ലിയാമിന്റെ അടുത്തേക്ക് വന്നു. ലിയാം അങ്കിൾ, എന്നെ രക്ഷിക്കണം. അങ്ങനെ ഇയാൻ പറഞ്ഞതും ലിയാം കൈ നിവർത്തി ഒരൊറ്റയാടി. അടിയേറ്റ് ഇയാൻ താഴെ വീണു. ആ സദസ്സിലുള്ള മുഴുവൻ ആളുകളും ഒന്നുകൂടൊന്ന് ഞെട്ടിയെന്ന് പറയാം. അടിയേറ്റ് താഴെ വീണ ഇയാനെ കോളറെ പിടിച്ച് പൊക്കി നിർത്തിയിട്ട് ലിയാം ഇയാനോട് ചോദിച്ചു, ഇടാ, നിന്നെ ഞാൻ എന്താ പഠിപ്പിച്ചിട്ടുള്ളത്? അങ്കിൾ പറയുന്നത്, ഇടാ, നീ എന്ത് ചെയ്തു എന്നോ ഞാൻ ചോദിക്കാറില്ല. ഞാനും നമ്മുടെ കുടുംബത്തിൽ ആരും ചോദിക്കാറില്ല. പക്ഷേ ഒരു കാര്യം ഞങ്ങൾ ചോദിക്കും, നീ പരാജയപ്പെട്ടാൽ എന്തുകൊണ്ട് പരാജയപ്പെട്ടു? നീ എന്തായി കാണിച്ചത്? ഒരുത്തന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ചിട്ട് ഇന്ന് കരയുന്നു. എന്തൊരു നാണം കെട്ട കാര്യമാണ് നീ കാണിച്ചിരിക്കുന്നത്. ബൈറന്റെ കുടുംബത്തിൽ ഒരാള് എന്നെങ്കിലും ആരുടെങ്കിലും കയ്യിൽ നിന്ന് ഇതുപോലെ അടി വാങ്ങി കരഞ്ഞിട്ടുണ്ടോ? നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നാണക്കേട് ഉണ്ടാക്കിയിരിക്കുകയാണ്. ശരി, നീ പോയി തിരിച്ചടിക്കും. തന്നെ അടിച്ച വ്യക്തിയെ പോയി തിരിച്ചടിക്കൂ എന്ന് ഇയാനോട് ലിയാം പറഞ്ഞപ്പോ ഇയാൻ ഒന്ന് പരിങ്ങി. ഡസൻ റൈസിന്റെ കൈയുടെ ചൂട് അവൻ അറിഞ്ഞിട്ട് ഏതാനും നിമിഷങ്ങളേ ആയിട്ടുള്ളൂ. വീണ്ടും പോയി ഡസനെ നേരിടുക എന്ന് പറഞ്ഞാൽ അതത്ര ശരിയാകില്ല എന്ന് ഇയാന് നന്നായിട്ട് അറിയാം. ഇയാൻ നിന്ന് പരിങ്ങുന്ന കണ്ടതും ലിയാം ഇയാനോട് പറഞ്ഞു, ശേ, നാണക്കേട്, ദാ ഇവനെ നേരിടാനാണോ നിനക്ക് ധൈര്യമില്ലാത്തത്? കഷ്ടം തന്നെ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ലിയാം ഡസനടുത്തേക്ക് വന്നു. ഏയ്, എന്നാ നിന്റെ പേര്? എൻ്റെ പേര് ഡസൻ റൈസ്. ആ മിസ്റ്റർ ഡസൻ റൈസ്, എനിക്ക് സംഭവം ഇഷ്ടമായി. എൻ്റെ ഈ അനന്തരവനെ ഇതുപോലെ പരസ്യമായി ആരും തല്ലുന്നത് ഞാൻ കണ്ടിട്ടേയില്ല. എന്തായാലും അതിനുള്ള ധൈര്യം നീ കാണിച്ചു. പക്ഷെ ആ ധൈര്യം ഇനി വേറെ ഒരാളും കാണിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. നിനക്ക് അർത്ഥം മനസ്സിലായോ? അങ്ങനെ ഡസനോട് അയാൾ ചോദിച്ചതും ഡസൻ ലിയാമിനോട് പറഞ്ഞു, ഏയ്, ചുമ്മാ കാണിയേറി സംസാരിക്കാതെ കാര്യം പറ. ലിയാം ആർമിയിലെ സെക്കൻഡ് ഗ്രേഡ് ഉദ്യോഗസ്ഥനാണ്. ശരിക്കും ശക്തനാണ്. സ്കാർലറ്റ് സ്പാനറുടെ തൊട്ട് താഴെ വരുന്ന ഒരു പോസ്റ്റ് ആണെന്ന് പറയാം.
അത്തരത്തിലുള്ള ഒരു കക്ഷി ആ സദസ്സിൽ വന്ന് ഒരു കാര്യം പറഞ്ഞപ്പോൾ അയാളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് കാട് കയറി സംസാരിക്കാൻ ഒരു ചെറുപ്പക്കാരൻ പറയുന്ന രംഗം ആർക്കും സ്വപ്നം കാണാൻ കഴിയുന്ന ഒന്നല്ല. പക്ഷെ അതിവിടെ അതാ സംഭവിച്ചിരിക്കുകയാണ്. ശരിക്കും അമ്പലപ്പോടെ ആളുകൾ ഡസൻ റൈസ് നോക്കുന്ന കണ്ടതും റോസലിൻ ലിയാമിനോട് പറഞ്ഞു, സർ ലിയാം, ഇവൻ ഒരു തെമ്മാടിയാണ് സർ, ഇവൻ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കിയതാണ്. റോസലിന്റെ ആ വാചകങ്ങൾ കേട്ടതും കാർലോസും ലിയാമിനോട് പറഞ്ഞു, അതെ സാർ, ഇവനെ അറസ്റ്റ് ചെയ്യണം സാർ. നിങ്ങളാരാ? സർ, ഞങ്ങൾ ഗ്രാൻഡ്വുഡ് ഫാമിലിയാണ് സാർ. അങ്ങനെ കാർലോസ് പറഞ്ഞതും കാർലോസിനെ റോസലിനെ ഒന്ന് നോക്കിയിട്ട് ലിയാം ഡസ്റ്റിനോട് പറഞ്ഞു, മിസ്റ്റർ ഡസ്റ്റിൻ, നമുക്ക് തമ്മിൽ ഒന്ന് ഫൈറ്റ് ചെയ്യണമല്ലോ. പിന്നെന്താ, ഫൈറ്റ് ചെയ്യാം. ഡസ്റ്റിന്റെ മറുപടി ഉടൻ വന്നു, മിസ്റ്റർ ഡസ്റ്റിൻ, തൽക്കാലം ഇവിടെ വെച്ച് ഫൈറ്റ് വേണ്ട. നമുക്ക് ഇന്നേക്ക് 3-ാം ദിവസം ബൈറന്റെ കുടുംബത്തിലെ മാർഷൽ ആർട്സ് കളരി വെച്ച് ഒന്ന് ഏറ്റുമുട്ടാം. ലിയാം അങ്ങനെ പറഞ്ഞതും ഡസ്റ്റിൻ ലിയാമിനോട് പറഞ്ഞു, നോക്ക്, വെറുതെ ഏറ്റുമുട്ടാൻ എനിക്ക് താല്പര്യമില്ല. എന്താ ബെറ്റ്? ബെറ്റോ? അതെ, നിങ്ങൾ തോൽക്കുമ്പോൾ നിങ്ങൾ തിരിച്ച് എനിക്ക് എന്ത് നൽകും എന്നാണ് ചോദ്യം. ഞാൻ തോക്കുകയോ? ചെറുപ്പക്കാരാ, നിന്റെ ആഗ്രഹം കൊള്ളാമല്ലോ. എന്നാലും ശരി, നീ ചോദിച്ച സ്ഥിതിക്ക് പറയാം. നീ പറ, എന്ത് ബെറ്റാണ് വേണ്ടത്? ബെറ്റ് സിമ്പിളാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. അതായത് എനിക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങൾ സംഘടിപ്പിച്ചാൽ നിങ്ങൾ തയ്യാറാകണം. ഓക്കെ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പിന്നെ അപ്പോ നീ തോറ്റാൽ, ഞാൻ തോറ്റാൽ നിങ്ങൾക്ക് യുക്തമായി തീരുമാനിക്കാം. ഓക്കെ, ഡീൽ, സമ്മതിച്ചിരിക്കുന്നു. അപ്പൊ ഇന്നേക്ക് 3-ാം ദിവസം ബൈറൻ കുടുംബത്തിൽ വെച്ച് നമ്മൾ പരസ്പരം കാണുന്നു. ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു റിസൾട്ടിലേക്കാണ് യുണൈറ്റഡ് ഫാർമസ്യൂട്ടിക്കൽസിന്റെ ആ ഗെറ്റ് ടുഗദർ മാറിയത്. ഡസൻ റൈസ് 3 ദിവസം കഴിയുമ്പോൾ ബൈറന്റെ കുടുംബത്തിലെത്തി അവിടുത്തെ ആളുകളുമായി ഏറ്റുമുട്ടും എന്നാണ് പറഞ്ഞത്. അത് കേട്ടതും റോസലിൻ ലിയാമിനോട് പറഞ്ഞു, സർ ലിയാം, ഇവൻ ആള് കുഴപ്പക്കാരനാണ്, ഇവൻ മുങ്ങിക്കളയും. ഹേയ്, അങ്ങനെ മുങ്ങത്തൊന്നുമില്ല. അങ്ങനെ മുങ്ങിയാലും അവൻ ഏതുവരെ പോവാനാ? സർ ലിയാം, ഞാൻ പറയുന്ന അങ്ങ് ശ്രദ്ധിക്കണം. ഇവൻ ആള് തരികിടയാണ്, ഇവൻ ഇങ്ങനെ മുങ്ങുന്നവനാണ്. വീണ്ടും റോസലിൻ അത് പറഞ്ഞതും ലിയാം റോസലിനോട് ചോദിച്ചു, നീ എന്താ എന്നെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണോ? സർ ലിയാം, അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാണെന്ന്? സർ ലിയാം, ഇയാൾ ഒരു തരികിടയാണ്, ഇവൻ ഒളിച്ചോടും. വീണ്ടും റോസലിൻ അത് പറഞ്ഞതും ലിയാം അയാളുടെ പുറകെ നിൽക്കുന്ന ആളുകൾ നോക്കിയിട്ട് അവരോട് പറഞ്ഞു, ഇവളെ പിടിച്ചു കെട്ട്. കേൾക്കേണ്ട താമസം ആ ബോഡി ഗാർഡുകൾ റോസലിനെ പിടിക്കാനായി മുന്നോട്ട് വന്നതും കാർലോസ് ഇടയ്ക്ക് കയറി. കാർലോസ് ലിയാമിനോട് പറഞ്ഞു, സർ, ഞാൻ ഗ്രാൻഡ്വുഡ് കുടുംബത്തിലാണെന്ന് പറഞ്ഞു. വീണ്ടും കാർലോസ് അങ്ങനെ പറഞ്ഞതും ലിയാം ബോഡി ഗാർഡുകളോട് പറഞ്ഞു, ഇവനെ കൂടെ പിടിച്ചു കെട്ട്. ആ ബോഡി ഗാർഡുകൾ കാർലോസിനെയും റോസലിനെയും പിടിച്ചതും ലിയാം ആ ബോഡി ഗാർഡുകളോട് പറഞ്ഞു, ഇവരെ ഈ ഹാളിന് പുറത്തു കൊണ്ടുവന്നിട്ട് അവിടെ ആ തൂണിലോട്ട് കെട്ടണം. 2 പേർക്കും 40 അടി വീതം കൊടുക്കണം. ഇനി മേലാൽ ഇതുപോലുള്ള സദസ്സുകളിൽ അഭിപ്രായം പറയാൻ ഇവർക്ക് തോന്നരുത്. സൈനിക ഉദ്യോഗസ്ഥൻ കൂടിയായ ലിയാം ബൈറന്റ് ആ ഉത്തരവ് കൊടുക്കുമ്പോൾ അത് അങ്ങനെ തന്നെ നടപ്പിലാക്കാൻ അയാളുടെ സബോർഡിനേറ്റുകളായ ഉദ്യോഗസ്ഥന്മാർ കൂടെയുണ്ട്. ശരിക്കും റോസലിനെയും കാർലോസിനെയും ആ പട്ടാളക്കാർ അവിടുന്ന് പൊക്കി എടുത്തുകൊണ്ട് പോവുകയാണ്. സാധാരണഗതിയിലുള്ള ആളുകൾ ഒരു 5-10 അടി വരെ മാക്സിമം സഹിച്ചേക്കും, അതിനപ്പുറത്തേക്ക് സഹിക്കാൻ ഒരാൾക്കും പറ്റത്തില്ല. ഇവിടെ അവർക്ക് ലിയാം വിധിച്ചിരിക്കുന്നത് 40 തല്ലാണ്. അവരെ പൊക്കി എടുത്തുകൊണ്ട് പോകുന്ന കണ്ടതും ഡസൻ റൈസിനോടായി നടാഷ ചോദിച്ചു, ഡസൻ, ആരാ അവർ? എന്താ ഡസനുമായി അവർക്കുള്ള പ്രശ്നം? അവരോ കള്ളനും കള്ളിയുമാണ്. നല്ല തല്ല് കൃത്യസമയത്ത് കിട്ടാത്തതിന്റെ കുഴപ്പം അവർക്കുണ്ട്. അതിൻ്റെതായ പ്രശ്നമാണ് അവർ കാണിക്കുന്നത്. ഡസൻ റൈസ് നടാഷയോട് വളരെ ലളിതമായി ആ കാര്യം പറഞ്ഞപ്പോൾ ലിയാം ഡസ്റ്റിനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ആ ഹാള് പെട്ടെന്ന് ഒഴിയുകയാണ്. ആളുകളൊക്കെ പോകുന്ന കണ്ടതും നടാഷ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, ഞാൻ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, മറന്നുപോയതാണ്. എന്താ നടാഷ പറയാനുള്ളത്? ഡസ്റ്റിൻ, ഞാൻ 2 ദിവസം മുമ്പ് ഡാലിയ നിക്കോൾസിനെ കണ്ടു. ഡാലിയെ കണ്ടെന്നു? എവിടെ വെച്ച്? ഇവിടെ സ്റ്റോണി വെച്ച്. സ്റ്റോണിയിലോ? ഡാലിയൊക്കെ സ്റ്റോണിയിൽ വന്നു? അതെ ഡസ്റ്റിൻ, ഡാലിയ സ്റ്റോണിയിൽ വന്നു. എന്താ, ഡാലിയ കാണണം? ഞാൻ കാണുന്നില്ല. ഡസ്റ്റിൻ, ഡാലിയ ഇപ്പൊ ഇതൊരു സംഭവമാണെന്ന് തോന്നുന്നു. ഡാലിയക്കൊപ്പം ഒരുപാട് ആളുകളുണ്ട്. ശരിക്കും ഒരു അധികാരഭാവം ഡാലിയ നിക്കോൾസിന്റെ ആക്ഷനിൽ കാണുന്നുണ്ട്. അവർക്കൊപ്പമുള്ള ആളുകളൊക്കെ ഒരു അധികാരിയെ അനുസരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. നടാഷ, വിട്ടുകളെ, അതെന്തെങ്കിലും ആവട്ടെ. ഡസൻ, ഡാലിയ നിക്കോൾസിനെ കാണണമെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് അവസരം ഉണ്ടാക്കാം. നടാഷ, ഞാൻ പറഞ്ഞല്ലോ അത് കഴിഞ്ഞ അധ്യായമാണെന്ന്. അത് മാത്രമല്ല, അവർക്കിപ്പോ എന്നെ ഓർമ്മ പോലുമില്ല. ആ കാര്യം നടാഷയ്ക്കും അറിയാം. ഡസൻ റൈസ് ഡാലിയ നിക്കോൾസിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കാര്യത്തെക്കുറിച്ച് ഡാലിയക്ക് ഇപ്പോൾ ഒരു ഓർമ്മയുമില്ല. എന്നാലും ഡാലിയ നിക്കോൾസൺ സ്റ്റോണിയിൽ ഉണ്ടെന്ന് കേട്ടപ്പോൾ ഡസ്റ്റിന് ഡാലിയെ കാണാനുള്ള താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ നടാഷയ്ക്ക് ഒരു സന്തോഷം. നടാഷയോട് യാത്ര പറഞ്ഞ് ഡസ്റ്റിൻ വീട്ടിലെത്തുമ്പോൾ ഹേസലിന്റെ കോളുണ്ട്. ഹേസൽ പിറ്റേന്ന് രാവിലെ ഡസ്റ്റിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എംബ്രസ് പവലിയിൽ തന്നെയാണ് ഡസ്റ്റിനും ഹേസലും തമ്മിലുള്ള മീറ്റിംഗ് നടന്നത്.
പിറ്റേന്ന് രാവിലെ ഡസൻ ഏകദേശം ഒരു 9 മണിയായപ്പോൾ എംബ്രസ് പവലിയനിലെത്തി. ഡസനെ കാത്ത് ഹെയ്സൽ ഇരിക്കുകയാണ്. ഡസൻ, ചില വിഷയങ്ങൾ കൂടി നമ്മുടെ ആ ബിസിനസ്സുമായി ബന്ധിപ്പിച്ച് എനിക്ക് പറയാനുണ്ട്. അതാ ഡസനോട് രാവിലെ വരാൻ ഞാൻ ആവശ്യപ്പെട്ടത്. ഹെയ്സൽ, കാര്യം പറ. ഡസൻ, ഒന്നാമത്തത് നമ്മുടെ പ്രൊഡക്ഷനുമായി ബന്ധിപ്പിച്ചാണ്. ഡസന് ഉണ്ടാക്കിയ ആ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ കളക്ട് ചെയ്തു. പക്ഷെ ആ ഇൻഗ്രീഡിയൻസിനെ ഡസൻ പറഞ്ഞിരിക്കുന്ന ശൈലിയിൽ ഓയിൻമെന്റ് ആക്കി മാറ്റാൻ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് ആർക്കും പറ്റുന്നില്ല. ഹെയ്സൽ, അതാണ് വിഷയം. അതൊരു വലിയ വിഷയമാക്കണ്ട. മിടുക്കനായ ഒരു കൂട്ടം ആളുകളെ ഹെയ്സൽ തിരഞ്ഞെടുക്കുക. ഞാൻ അവർക്ക് പരിശീലനം കൊടുക്കാം. ഒരു 2 ദിവസം എന്നോടൊപ്പം നിന്ന് അവർ പരിശീലിച്ചാൽ ഉറപ്പായിട്ടും അവർ മിടുക്കരായ ആൽക്കമിസ്റ്റുകളാകും. അവർക്ക് ഈസി ആയിട്ട് ആ മരുന്നുണ്ടാക്കാൻ പറ്റും. ഹെയ്സലിനെ വിഷമിപ്പിച്ചിരുന്ന ഒരു പ്രശ്നത്തിലുള്ള സൊല്യൂഷൻ ഡസൻ വളരെ വേഗം ഉണ്ടാക്കുകയാണ്. ഡസൻ, ശരിക്കും എന്നെ ഡസൻ അതിശയിപ്പിക്കുകയാണ് കേട്ടോ. എന്തായാലും എന്റെ വലിയൊരു പ്രശ്നം മാറിക്കിട്ടി. ഡസൻ, ഇനി മറ്റൊരു പ്രശ്നമുണ്ട്. ഹെയ്സൽ, പറ, എന്താ പ്രശ്നം? ഡസൻ, രണ്ടാമത്തെ വിഷയം കുറച്ചുകൂടി സങ്കീർണമാണ്. ഞങ്ങള് ലങ്കസ്റ്റർ ഫാമിലി ഇതുവരെ മരുന്ന് ഉൽപാദന വിതരണ മേഖലയിൽ പങ്കെടുത്തിട്ടില്ലാത്ത ഒരു കുടുംബമാണ്. ഞങ്ങളുടെ ബിസിനസ് ഒന്നും തന്നെ ഈ മെഡിക്കൽ മേഖലയിലല്ല. അതുകൊണ്ട് തന്നെ മെഡിക്കൽ സ്റ്റോറുകളുമായിട്ടും ഹോസ്പിറ്റലുകളുമായിട്ടും അതുപോലെയുള്ള എസ്റ്റാബ്ലിഷ്മെന്റുകളുമായിട്ടും ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. ഈ സതേൺ മേഖലയിൽ ഈ മെഡിക്കൽ ഉൽപാദന വിതരണ മേഖല കൈയടക്കി വെച്ചിരിക്കുന്നത് ടോർബി കുടുംബവും സ്ട്രാറ്റ്ഫോർഡുമാണ്. അവർ രണ്ടുപേരും കൂടി നാളെ ഡസന്റെ ആ ഓയിൻമെന്റ് പുറത്തിറക്കാൻ പോവുകയാണ്. റീജുവിനേഷൻ ഓയിൻമെന്റ് എന്നാണ് അവർ അതിനിട്ടിരിക്കുന്ന പേര്. ഏത് മുറിവും കരിയുമെന്നാണ് അവരുടെ പരസ്യവാചകം. അത് ഒരു ഓളം ഉണ്ടാക്കാനുള്ള സർവ്വസാധ്യതയുമുണ്ട്. ഹെയ്സൽ, അത് നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ. ആ മരുന്നിന്റെ സൈഡ് എഫക്റ്റിനെ കുറിച്ചും ഞാൻ ഹെയ്സലിനോട് പറഞ്ഞതാണല്ലോ. ഡസൻ, വിഷയം അവിടെയാണ്. മൊത്തം മാർക്കറ്റും അവർ കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ നമ്മുടെ ഉൽപ്പന്നം വിൽക്കും? അതിന് നമുക്ക് എങ്ങനെ പറ്റും? ഹെയ്സലിന്റെ ചോദ്യം ഇപ്പോഴാണ് കറക്റ്റ് ആവുന്നത്. മാർക്കറ്റ് ലീഡേഴ്സായ ടോർബിയും സ്ട്രാറ്റ്ഫോർഡും മുന്നിൽ നിൽക്കുമ്പോൾ ഒരു മെഡിക്കൽ സ്റ്റോറുകളും ഹോസ്പിറ്റലുകളും അതുപോലെ ആരോഗ്യ മേഖലയിലെ ഒരു പ്രസ്ഥാനവും ലങ്കാസ്റ്റർ ഇറക്കുന്ന മരുന്ന് പ്രൊമോട്ട് ചെയ്യാൻ മുന്നോട്ട് വരില്ല. ഹെയ്സൽ, അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഡസൻ, ഞാൻ ഒരു ഓപ്ഷൻ കണ്ടിട്ടുണ്ട്. എന്താണ് ഓപ്ഷൻ? നമ്മുടെ ഈ സ്റ്റോണിയിൽ 8 കുടുംബങ്ങളാണ് പ്രമുഖമെന്ന് ഡസൻ അറിയാമല്ലോ. അതിന്റെ ലോ ലെവലിലുള്ള 4 കുടുംബങ്ങളിൽ നമ്പർ 1 ടോർബിയാണ്. പക്ഷേ ഹയർ എൻഡിൽ നിൽക്കുന്ന 4 കുടുംബങ്ങളിൽ ഒന്നാമത് ലാങ്ഫോർഡാണ്. രണ്ടാമത്തെ കുടുംബം അത് തോംസൺ കുടുംബമാണ്. തോംസൺ കുടുംബം സ്റ്റോണിയുടെ മൊത്തം മാർക്കറ്റിന്റെ 70% കൈയാളുന്നവരാണ്. അവരുമായി നമുക്കൊരു ടൈപ്പ് ഉണ്ടാക്കിയാൽ പിന്നെ ബിസിനസ് ഒരു വിഷയമേ അല്ല. സ്റ്റോണി എന്ന വലിയ സ്റ്റേറ്റിന്റെ മൊത്തം മെഡിക്കൽ ബിസിനസിന്റെ 70% തോംസൺ ഗ്രൂപ്പിന്റെ കൈവശമാണെന്നും ആ തോംസൺ ഗ്രൂപ്പുമായി ഒരു ടൈപ്പ് ഉണ്ടാക്കിയാൽ ലങ്കാസ്റ്ററിന് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നും ഹെയ്സൽ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുകയാണ്. ഹെയ്സൽ പറഞ്ഞത് കേട്ടതും ഡസൻ ഹെയ്സലിനോട് പറഞ്ഞു, ഹെയ്സൽ, നീ പറയുന്നത് ശരിയാണ്. പക്ഷേ നമ്മൾ എങ്ങനെയാ ഈ തോംസൺ കുടുംബത്തെ സമീപിക്കുക? ഡസൻ, ഞാൻ അവിടെ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട്. സിംസൺ തോംസൺ എന്ന അയാളുടെ പേര്. സിംസൺ തോംസൺ, കൊള്ളാമല്ലോ പേര്. ശരിക്കും ഒരു പുതുമയുള്ള പേരാണല്ലോ. ഡസൻ, അയാൾക്ക് ഒരു കഥയുണ്ട്. കഥയോ? എന്ത് കഥ? ഈ സിംസൺ അവന്റെ വീട്ടിലെ ഏറ്റവും ഇളയ കുട്ടിയാണ്. ഹെയ്സൽ പറയുന്നത് കൗതുകത്തോടെ ഡസൻ കേൾക്കുകയാണ്. ഡസൻ, അവന്റെ അച്ഛനും അമ്മയ്ക്കും അവൻ 8ാമത്തെ കുട്ടിയാണ്. 8ാമത്തെ കുട്ടിയോ? അതെ. ബാക്കി 7 പേരും അവന്റെ ചേച്ചിമാരാണ്. 7 പെൺകുട്ടികൾ പിറന്നതിന് ശേഷം 8ാമതായി പിറന്ന ആൺകുട്ടിയാണ് സിംസൺ. സിംസണിന് ശേഷം അവർക്ക് കുട്ടികളില്ല. മൊത്തം 8 പേരാണ് തോംസന്റെ കുടുംബത്തിൽ ഉള്ളത്. 7 പേരും സ്ത്രീകളാണ്. 8ാമൻ സിംസണുമാണ്. സിംസണെ കുറിച്ചുള്ള ഹെയ്സലിന്റെ അഭിപ്രായം കേട്ടപ്പോൾ ശരിക്കും ഒരു കൗതുകം ഡസ്റ്റിനോടായി ഹെയ്സൽ പറഞ്ഞു, ഈ സിംസൺ ലേശം കുഴപ്പക്കാരനാണ്. കുഴപ്പോ? അതെ. ഈ സിംസണെ കുറിച്ച് കേൾക്കുന്ന ഒരു കാര്യം, സിംസണ് പെണ്ണുങ്ങളോട് അത്ര അടുപ്പമില്ലെന്നാണ്. നീ എന്തായി പറയുന്നത്? അതെ, അവന് സുന്ദരന്മാരായ ആണുങ്ങളോടാണ് താല്പര്യം. എന്ന് പറഞ്ഞാൽ ഡസൻ സുന്ദരനല്ലേ? ഹെയ്സൽ, നീ പറയുന്നത്? ഹേയ് ഡസ്റ്റിനെ പോലെ സുന്ദരനായ ഒരു ചെറുപ്പക്കാരനെ കണ്ടാൽ സിംസൺ വെറുതെ ഇരിക്കൂ. കഥയുടെ ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഇതുവരെ ഡസൻ റൈസിന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമന്റിൽ ചെയ്യണം. താങ്ക് യു.